ഉറപ്പുവരുത്തൂ VKC മുദ്ര ചെരുപ്പിലും പാക്കിലും. VKC പ്രൈഡ്, സെലിബ്രേറ്റ് ഹാർഡ് വർക്ക്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് 3 മണിക്ക്. സ്വപ്നയെ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിക്കുന്ന ഷാജ് കിരണുമായുള്ള സംഭാഷണത്തിന് ശബ്ദരേഖ പുറത്തുവിടും. പാലക്കാട് വെച്ചിട്ട് തന്നെ പാലക്കാടായിരിക്കും 3 മണിക്ക് കേൾക്കാമല്ലോ. 3 മണിക്ക് നിങ്ങൾ പറയുന്ന രീതിക്കായിരിക്കും തരുന്നത്. ഇവിടെ തന്നെ. KT ജലീലിന്റെ പരാതിയിലെടുത്ത ഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ഹർജി നൽകും. വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. ഒപ്പം അരുൺ രാജും കൊച്ചിയിൽ നിന്ന് ചേരും. ആദ്യം നിഖിൽ പ്രമേഷിലേക്കാണ്. നിഖിൽ, ഈ 3 മണിക്ക് വാർത്താ സമ്മേളനമെന്ന് സ്വപ്ന പറയുന്നു. ഷാജ് കിരണിന്റെ ശബ്ദരേഖ പുറത്തുവിടുമെന്ന് പറയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ നിഖിൽ? ഉന്മേഷ് ഹാഷ്മി, ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ഇപ്പോൾ ഏറ്റവും നിർണായകമായിരിക്കുന്ന ഈ ശബ്ദരേഖ പുറത്തുവിടും എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. ഇന്നലെ ഏറ്റവും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു ശബ്ദ സന്ദേശമായിരിക്കും അത്. കാരണം മുഖ്യമന്ത്രിയുടെ ദൂതനായെത്തിയ ഷാജ് കിരൺ തന്നെ ഈ 164 സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കാൻ വലിയ രീതിയിലുള്ള സമ്മർദ്ദം തന്റെ മേൽ ചെലുത്തി എന്നുള്ളതാണ് സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം. താൻ വലിയ സമ്മർദ്ദത്തിൽ, മാനസിക സമ്മർദ്ദത്തിൽ ഈ വിഷയം മൂലം വന്നെത്തപ്പെട്ടു. തന്റെ അടുത്ത സുഹൃത്തായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ വരെ ഷാജ് കിരൺ. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ ദൂതനായി ഷാജ് എത്തിയതിനു ശേഷം വളരെ രൂക്ഷമായാണ് തന്നോട് പെരുമാറിയത്. ഇത് പിൻവലിച്ചില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും. സംസ്ഥാനത്തെ മുതിർന്ന ADGPമാർ അടക്കം 12ഓളം അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കേസിന് പുറകിലുണ്ട്. അപ്പോൾ അതിന്റെ പ്രതിസന്ധികളെല്ലാം തന്നെ സ്വപ്ന ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ ഷാജ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. HRDSന്റെ പിടിയിലാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കിയിരുന്നു. HRDSന്റെ കോർഡിനേറ്റർ നമ്മളോട് അല്പസമയത്തിന് ശേഷം സംസാരിക്കും. ശ്രീ ജോയ്, അദ്ദേഹം കൃത്യമായി നമുക്ക് എന്താണ് HRDSന്റെ ഈ കാര്യത്തിൽ വിശദീകരണം എന്നുള്ളത് നൽകും. എന്തായാലും ഇന്ന് രാവിലെ ഏതാണ്ട് 9:30 മണിയോടുകൂടി സ്വപ്ന സുരേഷ് ഈ ഓഫീസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്ന് തന്നെ ഈ ഓഡിയോ പുറത്തുവിടും. വൈകിട്ട് 3 മണിക്ക് ഈ ഓഡിയോ പുറത്തുവിടുമെന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണിത്. കാരണം അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദങ്ങളെല്ലാം തന്നെ തള്ളുകയായിരുന്നു ഷാജ് കിരൺ. തനിക്ക് അവരുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു, വ്യക്തിപരമായ സൗഹൃദമാണുള്ളത്. അതല്ലാതെ താൻ അവരുടെ മുഖ്യമന്ത്രിയുടെ ദൂതനായി എത്തി ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഷാജ് കിരൺ പറയുന്നത്. എന്തായാലും HRDSന്റെ കോർഡിനേറ്റർ, ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ ജോയ് മാത്യു നമ്മളോടൊപ്പം ഉണ്ട്. HRDSനെ ഇതിലേക്ക് അനാവശ്യമായി വലിച്ചിഴക്കുന്നു എന്നൊരു തോന്നൽ താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ? HRDSന് ഉണ്ടായിട്ടുണ്ടോ? HRDSന് ഇതിനകത്ത് മറ്റ് യാതൊരു റോളുമില്ല. കാരണം HRDSനെ സംബന്ധിച്ചിടത്തോളം HRDSന്റെ സാധാരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു വിവാദങ്ങളിലൊന്നും HRDSന് താല്പര്യമില്ല. HRDSനെ അതിലേക്ക് അനാവശ്യമായിട്ട് വലിച്ചിഴക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. കാരണം അത് എന്തുകൊണ്ടാണെന്നറിയില്ല. അത് രാഷ്ട്രീയമാണോ മറ്റെന്തെങ്കിലും താല്പര്യമാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ അത് ഏത് തരത്തിലാണെങ്കിലും HRDSന് അതിൽ താല്പര്യമില്ല. കാരണം HRDSന് വിവാദങ്ങളിൽ താല്പര്യമില്ല. വിവാദങ്ങളിലേക്ക് ഞങ്ങളെ അനാവശ്യമായിട്ട് വലിച്ചഴക്കേണ്ട കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു RSSന്റെ അനുകൂല സംഘടനയാണ്, RSSന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു NGO ആണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സ്വപ്ന സുരേഷ് ഉന്നയിക്കപ്പെടുന്നത്. അവർക്ക് ജോലി നൽകിയതിന്റെ പ്രതിഫലമായി എന്നൊക്കെയാണ് ഒരു ഭാഗത്ത് നിന്നുള്ള നരേഷൻ. അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഇത് നമ്മൾ ഇപ്പോഴല്ല, വാസ്തവത്തിൽ ഇത് വീണ്ടും ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം എത്രയോ വട്ടം നമ്മൾ ചാനൽ ചർച്ചകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഞങ്ങളത് വ്യക്തമാക്കിയിട്ടുണ്ട്. HRDSന് രാഷ്ട്രീയമില്ല. അത് വളരെ ക്ലിയർ കട്ടായി പറയാൻ കഴിയും. HRDSനെ സംബന്ധിച്ച സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. പിന്നെ ഇതിൻ്റെ പ്രവർത്തിക്കുന്ന ആളുകൾ, അപ്പോൾ അതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇതിനകത്ത് സ്റ്റാഫ് അംഗങ്ങൾക്കൊക്കെ എല്ലാവരും വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ അല്ലെങ്കിൽ അതിൽ വിശ്വാസമുള്ളവരായിരിക്കാം. അത് വെച്ചിട്ട് ഇതിൻ്റെ ലീഡിങ്ങിൽ ആയിട്ട് നിൽക്കുന്ന ലീഡേഴ്സിനെ അവരുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് അത് ഇങ്ങനെ RSSന്റെ ഇതിലാണ് എന്ന് പറഞ്ഞ് നമ്മളെ മുദ്ര കുത്തുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. പല രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അവരുടെ എല്ലാം രാഷ്ട്രീയം നോക്കിയിട്ട് ഓരോ ഇഷ്യൂ വരുമ്പം അതിൽ ഏതിനെ ഫേവർ ചെയ്യണം എന്നുള്ളത് നോക്കിയിട്ട് അവർ ഇന്ന രാഷ്ട്രീയക്കാരാണ് എന്ന് പറഞ്ഞ് അതിനെ അങ്ങനെ സ്പെസിഫൈ ചെയ്യുക, അത് തെറ്റല്ലേ? ഇതിനകത്ത് വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരുണ്ട്. ഇതിൽ ഈ പറയുന്ന ഇടതുപക്ഷ അനുഭാവികളുണ്ട്, ഈ പറയുന്ന BJP അനുഭാവികളുണ്ട്, RSS അനുഭാവികളൊക്കെ ഉണ്ട്, അതിൻ്റെ അനുകൂലികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ രാഷ്ട്രീയം നോക്കിയിട്ടല്ലല്ലോ HRDSന്റെ രാഷ്ട്രീയം തരും. HRDS രാഷ്ട്രീയമില്ല. HRDS തികച്ചും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. അതുപോലെ തന്നെ ഒറ്റ കാര്യം കൂടെ, ഇന്നലെ ഷാജ് കിരൺ പറഞ്ഞത് HRDSന്റെ കീഴിലാണ് സ്വപ്ന, അവർ HRDS പറയുന്നത് അനുസരിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നൊരു ആരോപണം കൂടി ഷാജ് ഉന്നയിച്ചിരുന്നു. ഇതൊക്കെ വാസ്തവത്തിൽ ഷാജ് കിരൺ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ എങ്കിലും താങ്കളത് ചോദിച്ചുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ അതിൻ്റെ കാര്യം പറയും. അത് തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യമാണ്. കാരണം
HRDs അല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. HRDസിനെ സംബന്ധിച്ചിടത്തോളം HRDs സ്വപ്ന സുരേഷിന് ജോലി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നിഷേധിക്കുന്നില്ല. കാരണം അവരുടെ മറ്റ് ഈ പറയുന്ന പേഴ്സണലായിട്ട് അവർക്കുണ്ടായിട്ടുള്ള ഈ കേസുകളോ കാര്യങ്ങളോ അതൊക്കെ നമ്മളെ ബാധിക്കുന്നതല്ല. കാരണം അത് തികച്ചും വ്യക്തിപരമാണ്. അത് അവർ തന്നെ ഫേസ് ചെയ്യേണ്ടതാണ്. അതിൽ HRDസിൻ്റെ സഹകരണമോ അല്ലെങ്കിൽ പിന്തുണയോ അവർക്ക് ആവശ്യമില്ല. പിന്നെ HRDസിൻ്റെ ഒരു സ്റ്റാഫായിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം അത്തരം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കിയാൽ മാത്രമേ HRDസിനെ സംബന്ധിച്ച് അതിൽ ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഏൽക്കേണ്ടതായിട്ടുള്ളൂ. ഇതങ്ങനെയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊന്നും HRDസിൻ്റെ പിന്തുണ ഉണ്ടെന്ന് പറയുന്നത് അടിസ്ഥാന രീതിയാണ്. മാത്രമല്ല ഷാജ് കിരൺ എന്ന് പറയുന്ന ആൾ ഇന്നലെ പറഞ്ഞു HRDസിൻ്റെ തടവറയിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ കാര്യം ഞാൻ ചോദിക്കാം. ഷാജ് എന്ന് പറഞ്ഞ ആൾക്ക് ഇന്നലെ ഇവിടെ വന്ന് പിന്നെ ഈ ഷാജിനെ സ്വപ്ന സുരേഷിനെ കാണാൻ എങ്ങനെയാണ് കഴിഞ്ഞത്? അങ്ങനെ HRDസിൻ്റെ തടവറയിലാണ് സ്വപ്ന സുരേഷ് എങ്കിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ ഷാജിനും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ആൾക്കും സ്വപ്ന സുരേഷിനെ വളരെ ഫ്രീ ആയിട്ട് കാണാൻ കഴിഞ്ഞത്? അത് ചിന്തിക്കണ്ടേ? ഷാജി ഇവിടെ വന്നപ്പോൾ അങ്ങുണ്ടായിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനുമായിട്ട് സംസാരിച്ചിട്ടില്ല പുള്ളിക്കാരൻ. ഇതിന് മുമ്പ് ഒരിക്കൽ വന്നിരുന്നു ഇവിടെ. അദ്ദേഹം പറഞ്ഞു HRDs എന്നോട് ഫണ്ട് ചോദിച്ചു എന്നൊക്കെ പറയുന്നു. അത് HRDs ഫണ്ട് ചോദിക്കുന്നുണ്ട്. കാരണം HRDസിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് ആവശ്യമാണ്. HRDs സന്നദ്ധ സംഘടനയാണ്. പിന്നെ ഡൊണേഷൻ കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉദാരമതികളായ ആളുകളും കമ്പനികളും ഒക്കെ തരുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പാവപ്പെട്ട ആളുകൾക്കുള്ള സൗജന്യങ്ങൾ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഈ ഫണ്ടുകളാണ് ഉപയോഗിക്കുന്നത്. ഈ ഷാജ് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു, പുള്ളിക്കാരൻ ബിലീവേഴ്സ് ചർച്ചിൻ്റെ അവരുടെ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്, ഇതിൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ്. അങ്ങനെയാണ് ഞങ്ങൾക്കിപ്പോൾ FCRA റദ്ദ് ചെയ്തിരിക്കുന്നതുകൊണ്ട്, കേന്ദ്ര ഗവൺമെൻറ് റദ്ദ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിദേശത്തു നിന്നൊന്നും ഫണ്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ഒരുപാട് റിലേഷനുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. എൻ്റെ ആ ബന്ധങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഇത്രയും നല്ല പ്രോജക്റ്റുകളോട് ചെയ്യുന്നുണ്ടല്ലോ, ഈ സദ്ഗ്രഹ ഞങ്ങളുടെ ആദിവാസി ഭവന പദ്ധതി, അതിനൊക്കെ നിങ്ങൾക്ക് ഫണ്ട് ഇഷ്ടംപോലെ ആവശ്യമുണ്ടല്ലോ. അത്രയും നല്ലൊരു പദ്ധതി ചെയ്യുന്ന HRDs പോലുള്ളൊരു സംഘടനയ്ക്ക് ഫണ്ട് എത്തിച്ചു തരുന്നത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് അദ്ദേഹം ഇങ്ങോട്ട് ഒരാൾ വന്ന് പറയുകയാണ് ഞാൻ ഇന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ്, ഒരാൾ വന്ന് പറയുകയാണ് ഞാൻ ഫണ്ട് തരാം. അതങ്ങനെ വിശ്വസിക്കുകയാണ് HRDs എന്ന് ചോദിക്കൂ. ബിലീവേഴ്സ് ചർച്ചിന്റെ ഭാഗമാണ്, അതിന്റെ ആശുപത്രിയുടെ ഡയറക്ടർ ബോർഡിലുണ്ടെന്നൊക്കെയാണെന്ന് പറഞ്ഞു. ആഷ്മി നേരിട്ട് ഒരു പക്ഷേ ആഷ്മിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കാം. ഞാൻ ഈ ഹെഡ്ഫോൺ അദ്ദേഹത്തിന് അല്ല, നിങ്ങൾ ചോദിച്ചാൽ മതി. അല്ല സാർ, ഞാൻ ചോദിച്ചത് ഈ എന്താണ്, ഒരാൾ വന്ന് പറയുകയാണ് ഞാൻ ബിലീവേഴ്സ് ചർച്ചിന്റെ ഡയറക്ടർ ബോർഡിൽ അംഗമാണ്, ഒരാൾ വന്ന് പറയുകയാണ് ഞാൻ എനിക്ക് നിങ്ങൾക്ക് ഫണ്ട് തരാൻ പ്രാപ്തിയുള്ള ആളാണ്. അത് അങ്ങനെ വിശ്വസിക്കുകയാണോ? അങ്ങനെ ഒരു സ്ഥാപനമാണോ HRDs? ജോയി മാത്യു, HRDസിന്റെ ഒരു ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമല്ലല്ലോ സാർ ഇത്. കാരണം ഒരാൾ വന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫണ്ടുകൾ പിന്നെ ഡൊണേഷനുകൾ സ്വീകരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ സന്നദ്ധ സംഘടനയാണ്. അത്തരം ഡൊണേഷൻ തരാനായിട്ട് തയ്യാറാണ്, അതിനുള്ള സോഴ്സ് ഉണ്ട്. ഞങ്ങൾക്ക് ധാരാളം കമ്പനികളുമായിട്ടും ഞങ്ങൾക്ക് ഒരുപാട് ആളുകളുമായിട്ട് റിലേഷനുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്ന ഈ നല്ല പ്രോജക്റ്റിന് ഫണ്ട് ലഭ്യമാക്കുന്നതിന് ഞങ്ങൾക്ക് സാധിക്കുമെന്ന് വന്നു പറഞ്ഞു എന്നുള്ളത് ഒരു കുറ്റമല്ലല്ലോ. അതിനെ ഞങ്ങൾ 100% വിശ്വാസത്തിലെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് അറിയുള്ളൂ. അല്ല ശ്രീ ജോയി മാത്യു, ഇത് ചെറിയ ഫണ്ടല്ലല്ലോ, ഇത് വലിയ തുകയല്ലേ? FRDS വഴി വരേണ്ടത് വലിയ തുകയല്ലേ? വലിയ തുക ഒരാൾ തരാമെന്ന് പറയുകയാണ്. ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇയാൾ യഥാർത്ഥത്തിൽ ബിലീവേഴ്സിന്റെ ആളാണോ? ഇയാൾ പറയുന്നത് 100% വെള്ളം തുടങ്ങാതെ വിഴുങ്ങുകയാണോ നിങ്ങൾ? അല്ല സാർ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളോട് അതിന് തുക പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് വലുതോ ചെറുതോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഫണ്ട് ലഭ്യമാക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് അതിപ്പോൾ പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ചെറിയ തുകയായിരിക്കാം, വലിയ തുക. ഇത് പലത് ചേരുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പ്രോജക്റ്റ് നടന്നു പോകാനുള്ള ഫണ്ട് കിട്ടുന്നത്. അതിനകത്ത് എമൗണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. പറയാത്തൊരു കാര്യം നമ്മൾ പറയുന്നത് എന്തിനാണ്? അങ്ങനെ ഷാജി പറയുന്നത് ഷാജിനെ HRDS വിളിച്ചു എന്നാണ്. എന്തിനാണ് ഈ ഫണ്ടിന് വേണ്ടി ഷാജിനെ അങ്ങോട്ടേക്ക് HRDS വിളിച്ചു? ഈ എന്താണ് FRDS വകുപ്പ് പ്രകാരമുള്ള ഫണ്ട് എന്തെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഷാജിനെ വിളിച്ചു ക്ഷണിച്ചു എന്നാണ്. അങ്ങനെയാണോ? സാമാന്യ യുക്തിയിൽ ഒരിക്കലുമല്ല. കാരണം സാമാന്യ യുക്തിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഷാജ് എന്ന് പറഞ്ഞ ആളുടെ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും ഞങ്ങൾക്കറിയില്ല. അദ്ദേഹം ഇവിടെ വരുമ്പോൾ HRDs എന്ന് പറഞ്ഞാൽ പക്ഷേ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇന്നിപ്പം HRDസിനെ അറിയാത്ത ആളുകൾ ഇന്ന് ഇന്ത്യ ഒട്ടാകെ നോക്കിയാൽ ഇല്ല. അത്രയും രീതിയിൽ ഞങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആണ് പല കാരണങ്ങൾ കൊണ്ടും. അപ്പം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും മറ്റു തരത്തിലുണ്ടായ വിവാദങ്ങൾ കൊണ്ടും തന്നെ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് അദ്ദേഹം സ്വമേധയാ വന്നെത്തിയതാണ്. ഞങ്ങളാരും അദ്ദേഹത്തെ ഫോൺ ചെയ്ത് വരുത്തിയതല്ല. ഇവിടെ വന്നിട്ട് അദ്ദേഹം സ്വമേധയാണ് പറയുന്നത്, നിങ്ങളുടെ ഈ പ്രോജക്റ്റുകളെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ വെബ്സൈറ്റ് കണ്ടു. നിങ്ങളുടെ വെബ്സൈറ്റ് കണ്ടപ്പോൾ നിങ്ങളുടെ പ്രോജക്റ്റുകൾ വലിയ പ്രോജക്റ്റാണ്, നല്ല പ്രോജക്റ്റാണ്, പാവപ്പെട്ടവനെ സഹായിക്കുന്നു, ആദിവാസികളെ സഹായിക്കുന്നു, അതിനു വേണ്ട ഫണ്ട് ലഭ്യമാക്കാൻ എനിക്കും കഴിയും
ഞങ്ങൾക്ക് ഫണ്ടുകളൊന്നും ഇപ്പോൾ കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങളുടെ റിലേഷനുണ്ട്, ഞങ്ങളുടെ ബന്ധപ്പെട്ട ആളുകളുണ്ട്, അവരിൽ നിന്ന് ഞങ്ങൾ ഫണ്ട് നിങ്ങൾക്ക് പിന്നെ ഈ പ്രോജക്റ്റിലേക്ക് തരാമെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. സ്വമേധയാ അദ്ദേഹം ഇങ്ങോട്ട് വെച്ച ഓഫറാണ്. ഞങ്ങളാരും അങ്ങോട്ട് ഇദ്ദേഹം ഇങ്ങനെ ഫണ്ട് അറേഞ്ച് ചെയ്യുന്ന ആളാണെന്ന് വിചാരിച്ച് ഞങ്ങളാരും ഇദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സ്ഥലം എവിടെയാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അവിടെ പോയി അറിയില്ല, അദ്ദേഹം ആരാണെന്ന് അറിയില്ല, അദ്ദേഹത്തിന് ഊരറിയില്ല, പേരറിയില്ല, വിലാസം അറിയില്ല, പക്ഷെ അദ്ദേഹം കൊണ്ടുവരുന്ന ഫണ്ട് വേണം. അങ്ങനെയാണോ ശ്രീ ജോയ്മതി? ഇതാണോ നിങ്ങളുടെ HRTS സ്ഥാപനത്തിന്റെ മോട്ടോ? സാർ അല്ല സാർ, എന്നറിയോ, ഈ ഫണ്ടെന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം കയ്യിലല്ലല്ലോ കൊണ്ടുവരുന്നത്. ഫണ്ടെന്ന് പറയുന്നത് വരുന്നത് മുഴുവൻ അക്കൗണ്ട് ത്രൂ ആണ്. HRTSനെ സംബന്ധിച്ചിടത്തോളം 1 രൂപ പോലും ഞങ്ങൾ ബൈ ഹാൻഡ് ഇവിടെ ക്യാഷ് കൈകാര്യം ചെയ്യുന്നില്ല. അതെല്ലാം ഇന്ന് നിങ്ങൾക്ക് പറയാമല്ലോ, ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇന്ന് എങ്ങനെയാണ് ഓരോ അക്കൗണ്ടും പിന്നെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. എത്ര രൂപ വരെ നമുക്ക് അല്ലാതെ ഒറ്റ കാര്യം കൂടി ഈ സ്വപ്ന അവിടെ HRTSന്റെ തടവറയിലാണ് എന്ന് പറയാൻ ഷാജ് കിരൺ പറയാനുള്ള തെളിവായി അവരുടെ പക്കൽ എന്തോ വീഡിയോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്നലെ ഷാജും ഈ പറയുന്ന ഇബ്രാഹിം അവിടെ വരുമ്പോൾ അവർക്ക് മുന്നിൽ നിന്ന് സ്വപ്ന കരയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സത്യമാണോ എന്നറിയില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടോ? അതെനിക്കറിയില്ല, കാരണം ഞാനത് കണ്ടിട്ടില്ല. കാരണം അവർ സ്വപ്നയുടെ പിന്നെ ക്യാബിൻ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. അവിടെ വെച്ചാണ് ഇവർ സംസാരിച്ചത്. ഈ സംസാരിക്കുന്ന സമയത്ത് ഞാനിതൊന്നും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. കാരണം ഇത് മുൻപരിചയം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് ഈ ഷാജ് എന്ന് പറഞ്ഞ ആൾക്ക് സ്വപ്നയുടെ റൂമിൽ പോകാനും സംസാരിക്കാനും കഴിഞ്ഞത്. സ്വപ്ന തടവറയിലാണെങ്കിൽ എങ്ങനെ ഷാജിനെ പോലെ ഉള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ഒരാൾക്ക് എങ്ങനെ അവരെ കാണാൻ കഴിയും? അപ്പോൾ അയാളിത് പറയുന്നതൊക്കെ ഇപ്പോൾ അയാൾക്കെതിരെ സ്വപ്ന ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി പറയുന്നതാണെന്ന് വിചാരിക്കാൻ കഴിയുള്ളൂ. HRTSന് ഇതിലൊന്നും ഒരു ബന്ധമില്ല. എന്തായാലും 3 മണിക്ക് സ്വപ്ന സുരേഷ് വാർത്താ സമ്മേളനമുണ്ട്. ആര് പറയുന്നതാണ് ചെമ്പ്, ആര് പറയുന്നതാണ് സത്യം എന്നുള്ള വാർത്താ സമ്മേളനത്തിൽ പരിധിവരെ തെളിയും എന്ന് കരുതാം. എന്തായാലും കുറേ അധികം ദുരൂഹതകൾ ആ വിഷയത്തിൽ ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നു. അരുൺ രാജ് ചേരുന്നുണ്ട്. അരുൺ രാജ് കൊച്ചിയിൽ ചേരുന്നുണ്ട്. അരുൺ, ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതാണ്. ഇപ്പോൾ ഈ കേസ് റദ്ദാക്കാൻ വേണ്ടിയുള്ള അപേക്ഷയുമായി മുന്നോട്ട് പോവുകയാണ് സ്വപ്ന. എപ്പോൾ ഹർജി നൽകും സ്വപ്ന സുരേഷ്? അരുൺ, ഉന്മേഷ, നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകന്റെ വീട്ടിലാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറല്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇന്നലെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തതിൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട ചില അനുകൂലമായ ഘടകങ്ങൾ തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാനാണ്. ഈ ജാമ്യാപേക്ഷ തള്ളുമ്പോഴും സ്വപ്നയെ അറസ്റ്റ് ചെയ്യില്ല എന്ന ഉറപ്പ് പ്രോസിക്യൂഷൻ സർക്കാർ ഇപ്പോൾ കോടതിയിൽ നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് അവർ അടുത്ത സ്റ്റെപ്പായി കടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് KT ജലീൽ ഗൂഢാലോചന സംബന്ധിച്ച് കന്റോൺമെന്റ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിക്കെതിരെ ഹൈക്കോടതിയിലേക്ക് സമീപിക്കാനുള്ള തീരുമാനം ഇപ്പോൾ സ്വപ്ന സുരേഷ് കൈക്കൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച പുതിയ അപേക്ഷ ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് എത്തും. നിലവിൽ ഒരു രഹസ്യമൊഴിയാണ് കോടതിക്ക് മുമ്പാകെ നൽകിയത്. അതിനു മുമ്പ് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിന് മുമ്പിൽ 2 തവണ രഹസ്യമൊഴി നൽകിയ ഘട്ടത്തിൽ ഇതേ വാദങ്ങൾ അന്ന് കസ്റ്റംസിന് മുമ്പിൽ പറഞ്ഞതാണ്. അന്ന് പറഞ്ഞ വാദങ്ങൾ വീണ്ടും ആവർത്തിച്ച് കോടതിക്ക് മുമ്പാകെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അതിനെ ഒരു ഗൂഢാലോചനയായി കാണുന്നത്? അത്തരമൊരു ഗൂഢാലോചന എന്ന വാദം പോലും ഇവിടെ നിലനിൽക്കില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് സ്വപ്ന സുരേഷ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഈ കേസ് റദ്ദാക്കണമെന്ന ആവശ്യമാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. താനൊരു പുതിയ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടി പല ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് KT ജലീൽ തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിലെത്തി പരാതി കൊടുത്തത് എന്നുള്ളതാണ് പ്രധാനമായും സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകൻ ആരോപിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുമ്പോൾ വലിയ വാദപ്രതിവാദങ്ങൾ കോടതിക്കുള്ളിൽ ഉണ്ടാകും. സർക്കാർ ഈ കേസ് ഏതർത്ഥത്തിലെടുത്തു എന്ന വാദം ഇന്നലെ കോടതി ഈ കേസിന്റെ തുടക്കത്തിൽ, ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ തുടക്കത്തിൽ തന്നെ ചോദിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. സ്വാഭാവികമായി ഇത് കോടതിക്കുള്ളിൽ ചലഞ്ച് ചെയ്യപ്പെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ സ്വപ്നയുടെ വാദം ഏതൊക്കെയാണ്, അതിൽ സർക്കാർ പറയുന്ന മറുപടി എന്തൊക്കെയാണ്? കാരണം സർക്കാരിന് മുമ്പിൽ ഇനിയുള്ളത് ശനി ഞായർ ദിവസങ്ങൾ മാത്രമാണ്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പുതിയ സംഘത്തിന് ഗൂഢാലോചന സംബന്ധിച്ച എന്തെങ്കിലും ഒരു തെളിവ് കോടതിക്ക് മുമ്പാകെ അന്വേഷണ സംഘത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ഈ കേസിന് പുതിയ വഴിത്തിരിവുണ്ടാവുകയും ചെയ്യും. ശരി, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. ഹൈക്കോടതിയെ സമീപിക്കുകയാണ് സ്വപ്ന സുരേഷ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട്. സ്വപ്ന സുരേഷ് ആരോപണത്തെ തുടർന്നുള്ള രാഷ്ട്രീയ പ്രതിസന്ധിക്കിടെ CPIM സംസ്ഥാന സെക്രട്ടറി യോഗം ഇന്ന് ചേരും. വിവാദങ്ങൾ BJPയുടെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് CPIM നിലപാട്. അതേസമയം സ്വപ്നയുടെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. സെക്രട്ടേറിയറ്റിലേക്കും കളക്ടറേറ്റുകളിലേക്കും ഇന്ന് കോൺഗ്രസും യുവമോർച്ചയും പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. പ്രതിഷേധങ്ങളിൽ സംഘർഷ സാധ്യതയുണ്ടെന്ന് KPC അധ്യക്ഷൻ K സുധാകരന് പോലീസ് മുന്നറിയിപ്പ് നൽകി. സംഘർഷമുണ്ടായാൽ കർശന നടപടിയെടുക്കുമെന്നാണ് പോലീസ് നിലപാട്. തിരുവനന്തപുരത്ത് നിന്ന് തനേഷ് തമ്പി ചേർന്നു. തനേഷ്, ഈ സംഭവവികാസങ്ങൾ CPMനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ഈ സ്വപ്ന സുരേഷിന് എതിരെ PC ജോർജിനെതിരെ എടുക്കുന്ന വലിയ കേസുകൾ, അതിന് അന്വേഷണ സംഘത്തിലെ അംഗങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലെ കാര്യമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രതിപക്ഷം. അതിലൊക്കെ എങ്ങനെയാണ് CPM ഒരു മറുപടി വിശദീകരണം നൽകാൻ പോകുന്നത്? തനേഷ്,
ഹാഷ്മി, ഇന്ന് CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. ഈ യോഗത്തിൽ ഈ കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പഴകിത്തേഞ്ഞ ആരോപണങ്ങളാണ് എന്ന് CPIഎം പറയുമ്പോഴും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് CPIഎമ്മിനെ. അതുകൊണ്ട് തന്നെ അത് മറികടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്വീകരിക്കേണ്ട നിലപാടുകളായിരിക്കും ഇന്നത്തെ യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക. അതിനുശേഷം ഒരുപക്ഷെ വാർത്താ സമ്മേളനം നടത്തി തന്നെ ഇക്കാര്യങ്ങളിലുള്ള വിശദീകരണം CPIഎം നേതൃത്വം നടത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണങ്ങൾ, രണ്ട് ആരോപണങ്ങൾ, ഡോളർ കടത്താണെങ്കിലും സ്വർണ്ണക്കടത്താണെങ്കിലും സ്വപ്ന നേരത്തെ ഉന്നയിച്ചതാണ് എന്നാണ് CPIഎമ്മിന്റെ പ്രധാനപ്പെട്ട വാദം. മാത്രമല്ല, ഇപ്പോൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതിന് പിന്നിൽ BJP നേതൃത്വത്തിന്റെയും ഒപ്പം തന്നെ PC ജോർജിന്റെയും പങ്ക് വളരെ കൃത്യമാണ് എന്നും CPIഎം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ആരോപണം ഉയർന്നു വന്ന ഉടൻ തന്നെ അപ്പോൾ അനുഭവിച്ച സമ്മർദ്ദങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് പെട്ടെന്നുള്ള ഒരു പ്രത്യാക്രമണത്തിന് CPIഎം തയ്യാറായത്. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യാക്രമണമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. സരിത്തിനെ കസ്റ്റഡിയിലെടുത്ത് അടക്കമുള്ള നടപടികൾ അങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് സ്വപ്ന തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും പിന്നീട് വീണ്ടും മാധ്യമങ്ങളെ കണ്ട് ഇന്ന് മറ്റു പല കാര്യങ്ങളും പറയുമെന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമ്മർദ്ദം CPIഎമ്മിന് മേൽ ചെലുത്തുന്നു, മുഖ്യമന്ത്രിക്ക് മേൽ ചെലുത്തുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടത്തും. അതിനുശേഷം ഈ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുക എന്നുള്ള നിലപാട് തന്നെ. ഇപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് സ്വപ്നയുടെ രഹസ്യമൊഴിക്കായി അപേക്ഷ നൽകി കഴിഞ്ഞു. ആ രഹസ്യമൊഴി അവർ വാങ്ങുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ മുഖ്യമന്ത്രിയെ അടക്കം ചോദ്യം ചെയ്യുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ എത്താനുള്ള സാധ്യതകളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയില്ല, പക്ഷെ അത്തരമൊരു സാധ്യതകളൊക്കെ മുന്നിൽ കാണുന്നുണ്ടോ CPIഎം? തീർച്ചയായും ഇത് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിലുള്ള മൊഴി തന്നെയാണ്. അതിൽ പറഞ്ഞതിൽ കൂടുതലായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് CPIഎം ഇപ്പോഴും വിശദീകരിക്കുന്നത്. എങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു അപകട സാധ്യത പെട്ടെന്ന് ഒരു 164 സ്വപ്ന സുരേഷ് നൽകുകയും അതിന് തൊട്ടു പിന്നാലെ അതിവേഗത്തിൽ ED ആ മൊഴിപ്പകർപ്പിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകുകയും ഒക്കെ ചെയ്യുന്നത് സംശയാസ്പദമാണ് എന്നുള്ളതാണ് CPIഎം കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകട സൂചന ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തലും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടത്തും. അതിനനുസരിച്ച് അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളും യോഗം ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കടുത്ത സമ്മർദ്ദം ഇക്കാര്യത്തിലുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ ഈ വിഷയം ഉന്നയിക്കുകയും ഓരോ ദിവസവും സെക്രട്ടേറിയറ്റുകൾക്ക് മുന്നിലും ജില്ലാ കളക്ടറേറ്റുകൾക്ക് മുന്നിലും വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളാകെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രസ്താവനകൾ നടത്തുന്നു. ആ നിലയിൽ ഇതൊരു വലിയ രാഷ്ട്രീയ സമ്മർദ്ദം CPIഎമ്മിന് മേൽ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് CPIഎമ്മിന് മുന്നിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അതിനുള്ള മാർഗങ്ങളായിരിക്കും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എടുക്കുക. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സംഭവവികാസങ്ങൾക്ക് പിന്നിലെല്ലാം കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടന്നാലും അത്ഭുതപ്പെടാനില്ല എന്നും CPIഎം കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടണം എന്നുള്ള ഒരു നിലപാട് തന്നെയായിരിക്കും CPIഎം സ്വീകരിക്കുക. അമീൻ കൂടിച്ചേരുന്നു. അമീൻ, ഈ പ്രതിഷേധങ്ങളിൽ സംഘർഷ സാധ്യതയുണ്ട് എന്ന് KPC അധ്യക്ഷന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. സംഘർഷമുണ്ടായാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. പ്രതിഷേധങ്ങൾ നേരത്തെ ഉള്ളതല്ലേ? അത്തരത്തിലൊരു മുന്നറിയിപ്പ് പക്ഷേ സാധാരണമാണോ അമീൻ? ഹഷ്മി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ യുവജന സംഘടനകൾ നടത്തിയ പ്രതിഷേധങ്ങൾ സംഘർഷഭരിതമായിരുന്നു. ഇന്നിപ്പോൾ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ജില്ലാ കളക്ടറേറ്റുകളിലേക്കും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കും വലിയ പ്രതിഷേധം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം പോലീസ് KPCC അധ്യക്ഷനോട് നിർദ്ദേശം നൽകിയത്. സംഘർഷഭരിതമായ ഒരു സംഘർഷ അന്തരീക്ഷം ഒഴിവാക്കണം, അത്തരം പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്മാറണമെന്നൊരു മുന്നറിയിപ്പാണ് പോലീസ് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ സംഘർഷത്തിലേക്ക് പ്രതിഷേധങ്ങൾ വഴിമാറിയാൽ കർശന നടപടിയെടുക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി പോലീസ് നൽകുകയാണ്. ഏതായിരുന്നാലും അത്തരത്തിലുള്ള മുന്നറിയിപ്പ് കണക്കിലെടുത്ത് പിന്മാറാനില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. പ്രഖ്യാപിച്ച പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറപ്പിച്ചു പറയുന്നു. എന്ന് മാത്രമല്ല, വരും ദിവസങ്ങളിൽ പ്രതിഷേധം UDFന്റെ ബാനറിൽ കൂടുതൽ വ്യാപിപ്പിക്കാനും മുന്നണിയിൽ ആലോചനകൾ നടക്കുകയാണ്. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധ സമരം K. സുധാകരൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ജില്ലാ കേന്ദ്രങ്ങളിലും സമാനമായി ജില്ലാ കളക്ടറേറ്റുകളിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. അതിൽ കോൺഗ്രസും പ്രതിപക്ഷവും പറയുന്നത് ഈ സ്വപ്ന പുതിയ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ കേസെടുത്തുകൊണ്ട് അവരെ വായടപ്പിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തുന്നു. കേരള പോലീസിനെ ഉപയോഗിച്ച് അതിനെ തല്ലിത്തകർക്കാനും അതിനെ പ്രതിരോധിക്കാനും പോലീസ് ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പ്രതിപക്ഷ സമരങ്ങളെയും ആ രീതിയിൽ പോലീസിനെ ചൂണ്ടിക്കാട്ടി ഭീഷണിപ്പെടുത്തിയും സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള പ്രേരണ പോലീസ് നടത്തുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത്. ഏതായിരുന്നാലും ഇന്ന് നടക്കുന്ന പ്രതിഷേധങ്ങളിലും വലിയ സംഘർഷ അന്തരീക്ഷം പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങളും
ഏർപ്പെടുത്തിയിട്ടുണ്ട്, സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ പോലീസും പ്രവർത്തകരും മുഖാമുഖം ഏറ്റുമുട്ടുന്ന സാഹചര്യം പോലും തലസ്ഥാന നഗരിയിൽ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഇന്ന് സംസ്ഥാന വ്യാപകമായി അത്തരമൊരു പ്രതിഷേധം നടക്കുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ സംഘർഷാന്തരീക്ഷം സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ. നേതൃത്വം ഇടപെട്ട് ഏതെങ്കിലും തരത്തിൽ അത്തരം സംഘർഷം ഒഴിവാക്കാൻ നിർദ്ദേശം നൽകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. പ്രവർത്തകർ പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോ സ്വമേധയാ ഒരു സംഘർഷാന്തരീക്ഷം സൃഷ്ടിക്കുന്നില്ല, അവർ പ്രകോപനം സൃഷ്ടിക്കുന്നില്ല. ശാന്തമായി നടത്തുന്ന സമരത്തിന് നേരെ പോലീസാണ് അടിച്ചമർത്തൽ നടപടികൾ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായിരുന്നാലും ഇന്ന് അല്പസമയത്തിനകം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. സമാന്തരമായി തന്നെ ജില്ലാ കളക്ടറേറ്റുകൾക്ക് മുന്നിലും പ്രതിഷേധമുണ്ടാകും. സംഘർഷാന്തരീക്ഷത്തിലേക്ക് പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഹഷ്മി, ശരി, അല്ലാമീൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഷാജ്ഖരൻ ഭീഷണിപ്പെടുത്തുന്നത് ശരിവെക്കുന്ന ശബ്ദത്തെളിവുകൾ 3 മണിക്ക് പുറത്തുവിടുമെന്ന് സ്വപ്ന സുരേഷ്. മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്കും കളക്ടറേറ്റുകളിലേക്കും അല്പസമയത്തിനകം പ്രതിപക്ഷ മാർച്ച്. 16 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് തുടക്കം. രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്നു. തുടർച്ചയായ 2ാം നാളും പുതിയ രോഗികൾ 7000-ന് മുകളിൽ. മുഹമ്മദ് ബഷീർ എംപിയെ കാൺപൂരിൽ തടഞ്ഞ് ഉത്തർപ്രദേശ് പോലീസ്. നടി ആക്രമിച്ച കേസ് അട്ടിമറിക്കുന്ന ആരോപിച്ച് അതിജീവിതം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ബഫർ സോൺ വിഷയത്തിൽ ഇടുക്കിയിൽ LDF ഹർത്താൽ പുരോഗമിക്കുന്നു. കോഴിക്കോട് കൂളിമാട് പാലത്തിന്റെ ബീമുകൾ തകർന്ന സംഭവത്തിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്കും കരാർ കമ്പനിക്കും വീഴ്ച പറ്റിയതായി റിപ്പോർട്ട്. KSRTCയിൽ ശമ്പള പ്രതിസന്ധി തുടരുന്നു. തൊഴിലാളി സംഘടനകളുടെ സമരം 5ാം ദിനം. മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കുകയാണ്. ബ്രേക്കിംഗ് അവേഴ്സ്. കോഴിക്കോട് കൂളിമാട് പാലത്തിന്റെ ബീമുകൾ തകർന്ന സംഭവത്തിൽ പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗം റിപ്പോർട്ട് സമർപ്പിച്ചു. കരാർ കമ്പനിക്കും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്കും ഒരേപോലെ വീഴ്ച പറ്റി എന്നാണ് റിപ്പോർട്ട്. സംഭവ സമയത്ത് പദ്ധതിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എഞ്ചിനീയറും സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വിവരങ്ങളുമായി സുധീഷ ധർമ്മനാണ് ചേരുന്നത്. സുധീഷ, എന്തൊക്കെ വീഴ്ചകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ? ഉന്മേഷ്, പ്രധാനമായും ഭീമുകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള സുപ്രധാന ജോലികൾ നടക്കുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എഞ്ചിനീയറും സ്ഥലത്തുണ്ടായിരുന്നില്ല. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കലാമേളയുമായി ബന്ധപ്പെട്ട് വയനാട്ടിലായിരുന്നു. മറ്റൊന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ മറ്റൊരു ഇടത്തായിരുന്നു ഉണ്ടായിരുന്നത്. ലീവായതിനാൽ തന്നെ മറ്റൊരാളെ പകരം ചുമതല ഏൽപ്പിച്ചതുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ബീമുകൾ സ്ഥാപിക്കുമ്പോൾ ഹൈഡ്രോളിക് ജാക്കിയുടെ പ്രവർത്തനക്ഷമതയാണ് അല്ലെങ്കിൽ അത് കൃത്യമായി പ്രവർത്തിക്കാതിരുന്നത് കൊണ്ടാണ് ഈ ബീമുകൾ തകരാറിലായത് എന്ന് പറയുമ്പോൾ പോലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് ഉണ്ടാക്കിയ സംഭവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് ഈ റിപ്പോർട്ടിൽ മേൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൃത്യമായി സുപ്രധാന ജോലികൾ നടക്കുമ്പോൾ കൃത്യമായി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഇല്ലാതിരുന്നത് വലിയ വീഴ്ചയായി തന്നെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കരാർ കമ്പനിയുടെ തൊഴിലാളികൾ മാത്രമാണ് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. ഏതായാലും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ വകുപ്പ് തല നടപടികളടക്കം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷ്, ശരി, സുധീഷ ധർമ്മനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഹരിയാന, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ 16 സീറ്റുകളിലേക്കാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത്. പീയൂഷ് ഗോയൽ, നിർമ്മല സീതാരാമൻ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരും ജയറാം രമേശ്, രൺദീപ് സിംഗ് സുർജേവാല, മുകുൾ വാസ്നിക് തുടങ്ങിയ കോൺഗ്രസ് ദേശീയ നേതാക്കളും മത്സരരംഗത്തുണ്ട്. ആകെയുള്ള 57 സീറ്റുകളിൽ 41 ഇടങ്ങളിൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ ചേരുന്നു. ആർക്കെ, നാടകീയമായ എന്തെങ്കിലും ജയങ്ങളോ എന്തെങ്കിലും പരാജയങ്ങളോ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഈ നാടകീയമായതെന്ന് പറയാൻ ഹാഷ്മി, ഇപ്പോൾ ഈ കർണാടകയിൽ കുമാരസ്വാമി നടത്തിയ ഒരു പ്രതികരണം, ഈ 2ാം വോട്ട് കോൺഗ്രസിന് നൽകാം എന്ന ഒരു ധാരണ നേരത്തെ ഉണ്ടാക്കിയതിനു ശേഷം അല്പസമയം മുമ്പ് കുമാരസ്വാമി വാർത്താലേഖകരെ കണ്ടപ്പോൾ പറഞ്ഞത് കോൺഗ്രസ് ആണ് രാജ്യത്തെ മതേതരത്വം തകർത്തത് എന്നൊരു പരാമർശം നടത്തിയിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിൽ ഒരുപക്ഷെ ഏതെങ്കിലും വിധത്തിൽ BJPയുടെ സ്വാധീനത്തിന് JDS വഴങ്ങുന്നു എന്ന വിധത്തിലുള്ള ഒരു സൂചനയെ നമുക്കതിനെ പരിഗണിക്കാം. ഏതായാലും അടുത്ത മണിക്കൂറുകളിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വരുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ രാജസ്ഥാന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രാജസ്ഥാനിൽ MLA-മാർ എത്തി തുടങ്ങിയിട്ടുണ്ട്. വോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ മറ്റ് ചെറു കക്ഷികൾ സ്വീകരിക്കുന്ന നിലപാടിൽ അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് നൽകുമെന്ന് പറഞ്ഞ കക്ഷികൾ അവരുടെ ഒരു നിലപാട് പരസ്യമായി മാറ്റുന്നു എന്ന് അറിയിച്ചിട്ടില്ല. ഹരിയാനയിലും സമാനമായിട്ടുള്ള സാഹചര്യമാണ്. അവരെ രാവിലെ MLA-മാരെ എല്ലാം ചണ്ഡീഗഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ വോട്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ
മഹാവികാസ് അഘാടി യുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, അവരുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികൾ, അവർക്ക് മേധാവിത്വമുള്ള വിധത്തിലാണ് അവസാനം നമുക്ക് സൂചനകൾ ലഭിക്കുന്നത്. OIC-യുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പിന്തുണ കൂടി ഇവർക്ക് ലഭിക്കുന്നതോടുകൂടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേട്ടമുണ്ടാക്കാൻ മഹാവികാസ് അഘാടിക്ക് സാധിക്കും എന്നാണ് ഒരു വിലയിരുത്തൽ വന്നിട്ടുള്ളത്. രാധാകൃഷ്ണനാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. 1,40,00,000 രൂപ വിലയുള്ള സ്വർണ്ണമാണ് കണ്ണൂരിൽ പിടികൂടിയത്. കാസർഗോഡ് സ്വദേശിയായ യാത്രക്കാരിൽ നിന്നായി 849 ഗ്രാം സ്വർണവും പാനൂർ സ്വദേശിയായ യാത്രക്കാരിൽ നിന്ന് 1867 ഗ്രാം സ്വർണം പിടികൂടി. വിവരങ്ങളുമായി സജോ ദേവസ് ചെയ്യുന്നു. സജോ, ഇവർ സ്വർണം കടത്തിയ രീതി എങ്ങനെയായിരുന്നു? ഓരോ തവണ പുതിയ പുതിയ രീതികൾ കണ്ടെത്തുകയാണല്ലോ കടത്ത് സംഘം. സജോ. ഹഷ്മിയും രണ്ടുപേരുടെ കയ്യിൽ നിന്നാണ് സ്വർണം അനധികൃതമായി കടത്താൻ ശ്രമിച്ച സ്വർണം പിടികൂടിയത്. അതിൽ ഒരാൾ എമർജൻസി ലൈറ്റിനകത്താണ് സ്വർണം മറച്ചു വെച്ചത്. മറ്റൊരാൾ ഒരു ബാഗിൽ കൺസീൽ ചെയ്ത സ്ഥിതിയിലാണ്, ഒരു ബാഗിൻ്റെയും അകത്തെ ഭാഗത്ത് കൺസീൽ ചെയ്ത നിലയിലുമാണ്. കണ്ണൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിൻ്റെ തോത് വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ മാത്രം 5 വ്യത്യസ്ത കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. കണ്ണൂർ വിമാനത്താവളത്തെ കടത്ത് സംഘങ്ങൾ ഒരു പ്രധാനപ്പെട്ട മാർഗമായി റൂട്ടായി ആശ്രയിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ആ നിലയിൽ കസ്റ്റംസിൻ്റെ ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. അതിൻ്റെ ഭാഗമായി പരിശോധന കർശനമാക്കും. കാരണം 5 ദിവസം മുൻപാണ് 1 കോടി രൂപ മൂല്യമുള്ള സ്വർണം പിടികൂടിയത്. കഴിഞ്ഞ ദിവസം ഇന്നലെ അർദ്ധരാത്രി പിടികൂടിയ സ്വർണത്തിന് 1,40,00,000 രൂപ മൂല്യമുണ്ട്. സമാനമായ രീതിയിൽ കേസുകളുടെ 10 ദിവസത്തെ മാത്രമാണ് 5 കേസുകൾ എന്ന് പറഞ്ഞത്. അത് 1 മാസത്തെ കേസുകൾ എടുത്തു നോക്കുകയാണെങ്കിലും സമാനമായ രീതിയിൽ വലിയ വർധനവുണ്ടാകുന്നുണ്ട്. കണ്ണൂർ വിമാനത്താവളം ഇപ്പോൾ സ്വർണ്ണക്കടത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നിലയിലേക്ക് മാറുന്നൊരു സാഹചര്യം പോലുമുണ്ട്. അതിൽ വിശദമായ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതെന്നാണ് കസ്റ്റംസിൻ്റെ ഒരു ഔദ്യോഗിക വിശദീകരണം ഇക്കാര്യത്തിലുള്ളത്. കൂടുതൽ കർശനമായ പരിശോധനകൾ ഉണ്ടാകും എന്നുകൂടി പറയുന്നുണ്ട്. ഏതായാലും കണ്ണൂർ വിമാനത്താവളം വഴിയുള്ള കടത്ത് വർദ്ധിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ശരി, സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ബഫർ സോൺ വിഷയത്തിൽ ഇടുക്കിയിൽ LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റും 1 കിലോമീറ്റർ ചുറ്റളവിൽ പരിസ്ഥിതി ലോല മേഖലയാക്കിയുള്ള സുപ്രീം കോടതി ഉത്തരവിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താൽ. കുമളിയിലും ശാന്തൻമാറയിലും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. കട്ടപ്പനയിലെ കാനറ ബാങ്ക്, സ്വകാര്യ പണമിടപാട് സ്ഥാപനം എന്നിവ CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അടപ്പിച്ചു. തൊടുപുഴയിൽ നിന്ന് ദീർഘദൂര KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. ചുരുക്കം ചില സ്വകാര്യ ടാക്സി വാഹനങ്ങളും നിരത്തിലുണ്ട്. വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. വിവരങ്ങളുമായി രാഹുൽ വിജയൻ ഇടുക്കിയിൽ ചെയ്യുന്നു. രാഹുൽ, ഈ കടകളടപ്പിക്കൽ, ബാങ്ക് അടപ്പിക്കലൊന്നും ശരിയായ രീതി അല്ലെങ്കിൽ കൂടിയും ആ മേഖലയുടെ നീറുന്ന പ്രശ്നത്തിൽ നടക്കുന്ന ഒരു ഹർത്താൽ പൂർണ്ണമാണോ രാഹുൽ? അഷ്മി, ഈ പരിസ്ഥിതി ലോല മേഖലയാക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധിക്കെതിരെ LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഹൈറേഞ്ചിലും അതുപോലെ തന്നെ ലോ റേഞ്ചിലും എല്ലാം ഹർത്താൽ ഏറെക്കുറെ പൂർണ്ണമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കടകളൊന്നും തുറന്നിട്ടില്ല. ഏതാനും ചില സ്വകാര്യ വാഹനങ്ങളും ചെറിയ ടാക്സി വാഹനങ്ങളും മാത്രമാണ് ഓടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദീർഘദൂര KSRTC സർവീസുകളും അതുപോലെ തന്നെ സ്വകാര്യ ബസ് സർവീസുകളും നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കട്ടപ്പനയിലെ കാനറ ബാങ്കും അതുപോലെ തന്നെ 2 സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളും CPM പ്രവർത്തകർ അടപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉടുമ്പൻചോലയിലും കുമളിയിലും സമരാനുകൂലികൾ വാഹനം തടയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ അതൊരു അക്രമത്തിലേക്കോ അല്ലെങ്കിൽ വലിയൊരു സംഘർഷത്തിലേക്കോ അത്തരത്തിലുള്ളൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ നീങ്ങിയില്ല. സമാധാനപരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോയത്. എല്ലാ കടകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ഹോട്ടലുകളോ ഒന്നും തന്നെ തുറന്നിട്ടില്ല. അതുപോലെ തന്നെ ജനങ്ങൾ എല്ലാവരും തന്നെ ഒരു ഭൂരിഭാഗം ആളുകളും ഈ ഒരു സമരത്തോട് അനുകൂലിച്ച് അല്ലെങ്കിൽ സമരത്തെ ഉൾക്കൊള്ളുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തരത്തിൽ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഉത്തരവ് നടപ്പിലായാൽ വലിയ തരത്തിൽ ഇതൊരു പ്രതിസന്ധി സൃഷ്ടിക്കും. കാരണം ഇടുക്കി ജില്ലയിലെ തന്നെ ഏകദേശം 5 ലക്ഷത്തോളം ഏക്കർ ഭൂമി ഈ ബഫർ സോൺ പരിധിയിലാകും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ ഒരു സമരത്തെ അനുകൂലിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പൊതുവെയുള്ള ഒരു കാഴ്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതി അടക്കമുള്ള സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിധി നടപ്പിലാക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരങ്ങളിലേക്ക് നീങ്ങുമെന്നടക്കമുള്ള സൂചനകൾ നൽകിയിരുന്നു. അവരും ഇത്തരം ഒരു സമര പരിപാടികളിലേക്ക് കർഷകരുമായി ചേർന്ന് സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 16-ാം തീയതിയാണ് ജില്ലയിൽ UDF-ന്റെ ഹർത്താൽ നടക്കുക. ശരി, ഇടുക്കിയിൽ LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു. വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഷാജ് കിരൺ ഭീഷണിപ്പെടുത്തിയതിന്റെ ശബ്ദ തെളിവുകൾ 3 മണിക്ക് പുറത്തുവിടുമെന്ന് സ്വപ്ന സുരേഷ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്കും കളക്ടറേറ്റുകളിലേക്കും അല്പസമയത്തിനകം പ്രതിപക്ഷ മാർച്ച്. 16 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് തുടക്കം.
രാജ്യത്തെ കോവിഡ് കേസുകൾ ഉയരുന്നു. തുടർച്ചയായ രണ്ടാം ദിനവും പുതിയ രോഗികൾ 7000-ന് മുകളിൽ. ET മുഹമ്മദ് ബഷീർ MPയെ കാൺപൂരിൽ തടഞ്ഞ ഉത്തർപ്രദേശ് പോലീസ്. നടിയാക്രമണ കേസ് അട്ടിമറിക്കുന്നെന്ന് ആരോപിച്ച് അതിജീവം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ബഫർ സോൺ വിഷയത്തിൽ ഇടുക്കിയിൽ LDF ഹർത്താൽ പുരോഗമിക്കുന്നു. കോഴിക്കോട് കൂളിമാട് പാലത്തിന്റെ ബീമുകൾ തകർന്ന സംഭവത്തിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്കും കരാർ കമ്പനിക്കും വീഴ്ച പറ്റിയതായ റിപ്പോർട്ട്. KSRTCയിൽ ശമ്പള പ്രതിസന്ധി തുടരുന്നു. തൊഴിലാളി സംഘടനകളുടെ സമരം 5-ാം ദിനം. ഈ മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കുന്നു. ബ്രേക്കിംഗ് ഹൗസ്. സ്വപ്ന സുരേഷിന്റെ ഓഫീസിലും ഫ്ളാറ്റിലും കനത്ത പോലീസ് സുരക്ഷ. HRDS ഓഫീസിലും ഫ്ളാറ്റിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചു. സ്വപ്ന സുരേഷിന് ഭീഷണികൾ ഉയരുന്ന സാഹചര്യത്തിലാണ് നടപടിയെന്നാണ് വിശദീകരണം. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? പക്ഷേ ഇപ്പോൾ സ്വപ്ന സുരേഷിന്റെ HRDSന്റെ ഓഫീസിലും അതോടൊപ്പം തന്നെ ഫ്ളാറ്റിലും എല്ലാം തന്നെ പോലീസിന്റെ കനത്ത വിന്യാസമുണ്ട്. കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്താൻ ഉച്ചയ്ക്ക് ശേഷമാകുമ്പോഴേക്കും അവരുടെ ഈ ഓഡിയോ പുറത്തുവിടുന്ന സമയമാകുമ്പോഴേക്കും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടക്കം പശ്ചാത്തലത്തിലാണ്. അവർക്ക് നേരെ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമോ ഭീഷണിയോ ഉണ്ടാകാനുള്ള സാധ്യതകൾ മുന്നിലുണ്ട് എന്ന് പോലീസ് മുന്നിൽ കാണുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു നീക്കം. അതോടൊപ്പം തന്നെ ഈ HRDSന്റെ ഓഫീസിൽ ഇപ്പോൾ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്ന നടപടിയും പുരോഗമിക്കുന്നുണ്ട്. അത് നേരത്തെ CCTV ക്യാമറ ഈ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഷാജ് കിരൺ അടക്കം ഇവിടെ എത്തിച്ചേർന്നത് നമ്മൾ സ്ഥിരീകരിച്ചത് ഈ അവരുടെ ഓഫീസിന് പുറത്തുള്ള ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് കൂടി കടക്കാൻ ഇപ്പോൾ HRDS തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ഈ ഓഡിയോ അവർ പുറത്തുവിടും. പ്രതിപക്ഷ മാർച്ചുകൾ തുടങ്ങുന്നുണ്ട്. മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ട് കോഴിക്കോട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം സംഘർഷഭരിതമാകുന്നു. ബാരിക്കേഡുകൾ മറികടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്നു. അല്പസമയത്തിനും എന്തായാലും ജലപീരങ്കി ഉണ്ടാകും. എന്തായാലും തുടർച്ചയായ 3-ാം ദിവസം മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷ സമരങ്ങൾ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ തുടങ്ങുന്ന മണിക്കൂറുകളാണ്. ഇതിപ്പോൾ കോഴിക്കോട്ട് യൂത്ത് കോൺഗ്രസ് മാർച്ചാണ് പ്രേക്ഷകർ കാണുന്നത്. ജലപീരങ്കി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ജില്ലാ കളക്ടറേറ്റുകളിലേക്കും ഒപ്പം സെക്രട്ടേറിയറ്റിലേക്കുമാണ് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യ ഘട്ട ജലപീരങ്കി പ്രയോഗം ഇപ്പോൾ നടന്നിരിക്കുന്നു. പിന്തിരിയാതെ പ്രവർത്തകർ അവിടെ തുടരുന്നു. ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമം. വീണ്ടും ജലപീരങ്കി പ്രയോഗം. സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയനെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം. ഇന്നലെയും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ച് സർക്കാർ ഓഫീസിൽ കേന്ദ്രീകരിച്ച് വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. സമാനമായ തുടർച്ച ഇന്നും ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ കോഴിക്കോട് കോൺഗ്രസിന്റെ മാർച്ചാണിപ്പോൾ അവിടേക്ക് നടക്കുന്നത്. ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ വെച്ചത്. ദിലീപ്, ഇത് കോൺഗ്രസിന്റെ മാർച്ചാണോ? ജലപീരങ്കി പ്രയോഗത്തിന് ശേഷവും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ തടിച്ചു തന്നെ നിൽക്കുകയാണ്. ഉന്മേഷ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ കളക്ടറേറ്റ് മാർച്ചിലേക്കാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുക യാതൊരു മുന്നറിയിപ്പും അത് പ്രവർത്തകർ എത്തി ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിക്കുന്നതിനുടൻ തന്നെ 7 നിമിഷങ്ങൾക്ക് പ്രവർത്തകർ എത്തിയ ഉടൻ തന്നെ പോലീസ് സൈറൻ മുഴക്കുകയും അതോടൊപ്പം തന്നെ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്യുന്നു. ചെറിയ പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറിയിരിക്കുകയും ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇവർ ആരോപിക്കുന്നത് തങ്ങളുടെ ഉദ്ഘാടന ചടങ്ങുകളോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള പ്രകോപനങ്ങളില്ലാതെ തങ്ങൾക്ക് നേരെ ജലപീരങ്കിച്ച പോലീസ് പിണറായി വിജയന്റെ ആഹ്വാനപ്രകാരമാണ് എന്നുള്ള തരത്തിലാണ് ഇവർ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രവർത്തകർ ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിക്കുന്ന ഒരുവിധം മുതിർന്ന നേതാക്കൾ പ്രവർത്തകരോട് സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ശേഷമാണ് വനിതാ പ്രവർത്തകർ എത്തിയിരിക്കുന്നു. ദിലീപ് ദേവസ്യാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് കളക്ടറേറ്റ് മാർച്ചാണ് ഇപ്പോൾ ചെറിയ സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്ന. പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം 2 റൗണ്ട് അവിടെ കഴിഞ്ഞിരിക്കുന്നു. ബാരിക്കേഡുകൾ മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോഴും ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമമുണ്ട്. കൂടി നിന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ജില്ലാ കളക്ടറേറ്റുകളിലേക്കും ഒപ്പം സെക്രട്ടേറിയറ്റിലേക്കും കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത്.
ദിലീപ് ദേവസ്യ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ഇപ്പോൾ ദിലീപ്, വലിയ പ്രതിഷേധം, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ പ്രവർത്തകർ അവിടെ കൂടിയിരിക്കുന്നുണ്ട്. DCC പ്രസിഡന്റ് അടക്കമുള്ളവരെ ദൃശ്യങ്ങളിൽ കാണാം. എന്തൊക്കെയാണ് വിവരങ്ങൾ ദിലീപ്? മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ പാർട്ടികളുടെ സമരം തുടരുന്നത്. തുടർച്ചയായ 3ാം ദിവസമാണ് സമരം. ഇന്നലെയും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ സമരമുണ്ടായിരുന്നു, പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് കോൺഗ്രസിന്റെ സമരമാണ് നേരിയ സംഘർഷത്തിൽ കലാശിച്ചത്. ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. അവിടെ പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ നേതാക്കൾ ഇടപെടുന്ന കാഴ്ച കാണുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധ മാർച്ചുകൾ ഇന്ന് മൊത്തം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ മുന്നറിയിപ്പ്. ആ പ്രതിപക്ഷ മാർച്ചുകളിൽ സംഘർഷ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് KPCC അധ്യക്ഷന് പോലീസ് നൽകുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും പോലീസ് KPCC അധ്യക്ഷൻ നൽകുന്നുണ്ടായിരുന്നു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ തുടരുകയാണ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങളെ ശരിവെക്കുന്ന ശബ്ദ തെളിവുകൾ ഇന്ന് 3 മണിക്ക് പുറത്തു വിടുമെന്ന് സ്വപ്ന സുരേഷ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്കും കളക്ടറേറ്റുകളിലേക്കും പ്രതിപക്ഷ മാർച്ച്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് തുടക്കം. രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്നു. തുടർച്ചയായ 2ാം ദിനവും പുതിയ രോഗികൾ 7000-ന് മുകളിൽ. ET മുഹമ്മദ് ബഷീർ MP കാൺപൂരിൽ തടഞ്ഞ ഉത്തർപ്രദേശ് പോലീസ്. നടിയെ ആക്രമിച്ച കേസ് അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് അതിജീവിതം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ബഫർ സോൺ വിഷയത്തിൽ ഇടുക്കിയിൽ LDF ഹർത്താൽ പുരോഗമിക്കുന്നു. കോഴിക്കോട് കൂളിമാട് പാലത്തിന്റെ ബീമുകൾ തകർന്ന സംഭവത്തിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്കും കരാർ കമ്പനിക്കും വീഴ്ചയെന്ന റിപ്പോർട്ട്. KSRTCയിൽ ശമ്പള പ്രതിസന്ധി തുടരുന്നു. തൊഴിലാളി സംഘടനകളുടെ സമരം 5ാം നാൾ. ബ്രേക്കിംഗ് വേഴ്സ് മണിക്കൂറിലെ പ്രധാന വാർത്തകളാണ് പരിശോധിക്കുന്നത്. കോഴിക്കോട് നാദാപുരത്ത് പ്രണയപ്പകയിൽ വിദ്യാർത്ഥിനിയെ വെട്ടി പരിക്കേൽപ്പിച്ച പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മൊക്കേരി സ്വദേശി റഫ്നാസിനെയാണ് വധശ്രമത്തിന് നാദാപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചികിത്സയിലായിരുന്ന റഫ്നാസിനെ ഇന്ന് രാവിലെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത്. പ്രതിയുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് കൂടുതൽ വിശദമായി പറയുന്നത് എന്താണ്? ഹാഷ്മി, കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് പ്രതി ഈ കൃത്യം നിർവഹിച്ചത് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കാരണം 2 ദിവസം മുൻപ് തന്നെ കക്കട്ടിലെ ഒരു കടയിൽ നിന്ന് ഈ കൊടുവാൾ റഫ്നാസ് വാങ്ങിയിരുന്നു. മാത്രവുമല്ല കല്ലാച്ചിയിലെ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഒരു കുപ്പിയിൽ പെട്രോളും കരുതിയിരുന്നു. ഇത്തരത്തിൽ കൃത്യമായി ആക്രമിക്കണം എന്ന പദ്ധതിയോടുകൂടി തന്നെയാണ് ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് റഫ്നാസ് എത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ ആക്രമണത്തിന് ശേഷം ഇയാൾ കൈഞ്ഞരമ്പ് മുറിച്ച് ഇയാൾ ചികിത്സയിലായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഇയാളെ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഡിസ്ചാർജ് ചെയ്തത്. ഉടൻ തന്നെ നാദാപുരം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇന്ന് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും വധശ്രമത്തിന് ഇപ്പോൾ ഇയാൾക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇയാളുമായി തെളിവെടുപ്പ് നടത്തേണ്ട സാഹചര്യമുണ്ട്. ഈ സംഭവം നടന്ന പെൺകുട്ടിയുടെ വീടിന് മുന്നിലുള്ള റോട്ടിലും അതുപോലെ തന്നെ ഈ ആയുധം വാങ്ങിയ കക്കട്ടിലെ കടയിലും പെട്രോൾ പമ്പിലുമെല്ലാം തന്നെ ഈ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. വൈകിട്ടോട് കൂടി ഇയാളെ കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത. അതിനൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ രക്തസ്രാവം നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും വെന്റിലേറ്റർ തന്നെ ചികിത്സയിലാണ്. അടിയന്തരമായി ചെയ്യേണ്ട 2 ശസ്ത്രക്രിയകൾ ഇതുവരെ പൂർത്തിയാക്കി. കൂടുതൽ ശസ്ത്രക്രിയകൾ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. തലക്ക് പുറത്തും തലക്ക് പിറകിലും അതുപോലെ തന്നെ പുറം ഭാഗത്തുമെല്ലാം തന്നെ വലിയ തോതിലുള്ള മുറിവുകളാണ് ഈ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കൂടുതൽ അന്വേഷണം നടത്തുകയാണ് പോലീസ്. ഹാഷ്മി. അർജുൻ മട്ടന്നൂർ വിവരങ്ങൾ നൽകുകയായിരുന്നു. ലക്ഷദ്വീപിൽ അപകടത്തിൽപ്പെട്ട യുവാവിന് ചികിത്സ വൈകിയതിനെ തുടർന്ന് ദാരുണാന്ത്യം. ചെത്തളത്ത് ദ്വീപ് സ്വദേശി അബ്ദുൽ ഖാദറാണ് മരിച്ചത്. ദ്വീപിൽ നിന്നുള്ള ഹെലികോപ്റ്റർ ഇവാക്യുവേഷൻ 12 മണിക്കൂർ വൈകിയിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഇബ്രാഹിം ഗുരുതര പരിക്കുകളോടെ കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മിനിഞ്ഞാന്ന് രാത്രി 9 മണിക്കാണ് ആക്സിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞു. മോട്ടോർ സൈക്കിളിൽ 2 പേരുണ്ടായിരുന്നു. അപ്പം സീരിയസ് ഹെഡ് ഇഞ്ചുറിയാണ് ഇദ്ദേഹത്തിന്. മറ്റേദ്ദേഹത്തിന് എന്തായിരുന്നു ഇഞ്ചുറി എന്നറിയില്ല. സീരിയസ് ആയിരുന്നു. അവർക്ക് എയർ ഇവാക്യുവേഷൻ എന്തോ രാവിലെ ആയി എന്ന് പറഞ്ഞു വരാനായിട്ട്. അതുവരെ അദ്ദേഹം എലൈവായിരുന്നു. അത് കഴിഞ്ഞ് ഏതാണ്ട് സമയം എയർ ഇവാക്യുവേഷൻ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചു. അപ്പോൾ ഏതാണ്ട് 12 hours-ഓളം പ്രോപ്പർ കെയർ കിട്ടാതെ ഇരുന്നു. അദ്ദേഹത്തിൻ്റെ കോസ് ഓഫ് ഡെത്ത് അറിയില്ല. മിക്കവാറും സേവ് ചെയ്യാൻ പറ്റുന്ന പല ഇഞ്ചുറീസ് ആയിരിക്കാം. ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇബ്രാഹിം ഇവിടെ വന്ന പേഷ്യൻ്റ് ഇന്നലെ വൈകിട്ട് 4:30-ക്കാണ് എത്തിയത്. മിനിഞ്ഞാന്ന് രാത്രി 9 മണിക്കുണ്ടായ ആക്സിഡൻ്റാണ്.
സീരിയസ് ഹെഡ് ഇഞ്ചുറിയാണ്. ബ്രെയിനിൽ അവിടെ കുറച്ച് ബ്ലഡ് എല്ലാം ഉണ്ട്. പിന്നെ കുറച്ച് ടെൻഷൻ ന്യൂമോകഫലസ് എന്ന് പറയും, എയർ കളക്ഷൻ ഉണ്ടായത്. നമ്മൾ അർജൻറ്റായിട്ടൊരു ഹോൾ ഇട്ട് ട്യൂബെല്ലാം ഇട്ട് ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ICUവിലാണുള്ളത്. നൈറ്റ് ലാൻഡിങ് ഞാൻ പറഞ്ഞില്ല, നൈറ്റ് ലാൻഡിങ് ഫെസിലിറ്റി ഇപ്പോൾ ഇല്ല ദ്വീപിൽ. അതാണ് ഇവാക്വേഷൻ. അപ്പോൾ മോർണിംഗ് ആകുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇവാക്വേഷൻ മോർണിംഗ് 9 മണി. ഇവിടെ എത്തുമ്പോൾ കവരത്തി പോയിട്ട് ഫസ്റ്റ് ഷെഡ്യൂൾ വന്നത് ഡയറക്റ്റ് കൊച്ചി, പിന്നെ ഷെഡ്യൂൾ വീണ്ടും മാറി കവരത്തി പോയിട്ട് വീണ്ടും വന്നപ്പോൾ 1 മണിയായി എത്താൻ. ഇത്രയും ടൈം. PS രഞ്ജിത്താണ് വിവരങ്ങൾ വെച്ചത്. രഞ്ജിത്ത്, ഈ എയർ ഇവാക്വേഷൻ്റെ അപാകത അല്ലെങ്കിൽ എയർ ഇവാക്വേഷൻ വല്ലാതെ വൈകുന്നു എന്നുള്ള കാര്യം നേരത്തെ ലക്ഷദ്വീപിൻ്റെ പൊതുവെയുള്ള പരാതിയാണ്. ആ പരാതി ഒരിക്കൽ കൂടി അടിവരയിടുന്നുണ്ട് ഈ സംഭവം, ഈ മരണം. രഞ്ജിത്ത്. ഹാഷ്മി, തീർച്ചയായിട്ടും ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ, അടിയന്തര ചികിത്സ വേണ്ട ഘട്ടങ്ങളിലാണ് ലക്ഷദ്വീപിലെ ദ്വീപ് സമൂഹങ്ങളിൽ നിന്ന് എയർ ഇവാക്വേഷൻ ഹെലികോപ്റ്റർ വഴി നടത്താറുള്ളത്. പ്രത്യേകിച്ച് അടിയന്തര ചികിത്സ വേണ്ട ഇത്തരത്തിൽ അപകടങ്ങളൊക്കെ വളരെ അപൂർവമായിട്ട് അല്ലെങ്കിൽ വളരെ വിരളമായി മാത്രം സംഭവിക്കുന്നതാണ് അവിടെ. പലപ്പോഴും ഈ പ്രസവം പോലുള്ള സന്ദർഭങ്ങളിലും അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് ഇത്ര എയർ ഇവാക്വേഷൻ ആവശ്യമായി വരാറുള്ളതും. ഇത്തരത്തിൽ എയർ ഇവാക്വേഷൻ വേണ്ട സമയത്തൊന്നും അവിടുത്തെ രോഗികൾക്ക് കിട്ടാറില്ല എന്നുള്ള പരാതി നിരന്തരം ലക്ഷദ്വീപിൽ നമ്മൾ കേൾക്കാറുള്ളതാണ്. പ്രത്യേകിച്ച് കവരത്തി, ആന്ത്രോത്ത് പോലെ ജനസാന്ദ്രതയുള്ള ദ്വീപുകളിൽ, അല്പം ജനസാന്ദ്രതയുള്ള ദ്വീപുകളാണ് ഈ കവരത്തി, ആന്ത്രോത്തും ഒക്കെ. അവിടെ നിന്നാണ് സാധാരണ കേൾക്കാറുള്ളത്. ഇതിപ്പോൾ ചെത്തലത്ത് ദ്വീപിൽ നിന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ചെത്തലത്ത് ദ്വീപിൽ മിനിയാന്ന് രാത്രി 10 മണിക്കാണ് ഒരു അപകടം സംഭവിക്കുന്നത്. ഈ അപകടത്തിൽ 2 പേർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആ സമയത്ത് ദ്വീപിൽ നിന്ന് ഒരു ഇവാക്വേഷൻ ശ്രമിച്ചു. പക്ഷെ രാത്രി സമയത്ത് ഇവാക്വേഷൻ ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് പകൽ 9 മണിയോട് കൂടിയാണ് ഇവാക്വേഷനുള്ള ഹെലികോപ്റ്റർ സൗകര്യം ലഭ്യമായത്. അവിടെ നിന്ന് നേരിട്ട് ചെത്തലത്ത് ദ്വീപിൽ നേരിട്ട് കൊച്ചിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചത്. പക്ഷേ അതിന്റെ ഷെഡ്യൂൾ പിന്നെയും മാറ്റി ചെത്തലത്ത് ദ്വീപിൽ നിന്ന് കവരത്തി എത്തി. കവരത്തിയിൽ നിന്നാണ് ദ്വീപ് ഹെലികോപ്റ്റർ കൊച്ചിയിലേക്ക് എത്തിയത്. അത് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി, എന്ന് പറഞ്ഞാൽ നേരത്തോട് നേരം കഴിഞ്ഞ് 10 മണി കഴിഞ്ഞ് പിറ്റേന്ന് 12 മണിയും കഴിഞ്ഞ് 1 മണിയോട് കൂടിയിട്ടാണ് ഇവിടേക്ക് എത്തിയത്. ആ യാത്രാ മധ്യേ തന്നെ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ മരണപ്പെടുകയും അവന്റെ കൂടെ ഉണ്ടായിരുന്ന 19-കാരനായ ഇബ്രാഹിം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ്. വളരെ ഗുരുതരമായ പരിക്കുകളോടുകൂടിയാണ് ഇബ്രാഹിമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ ഇബ്രാഹിം ഇപ്പോൾ ഗുരുതരമായ മുറിവുകളോടുകൂടി തന്നെ ചികിത്സയിൽ കഴിയുന്നു. അബ്ദുൽ ഖാദർ മരണപ്പെടുകയും ചെയ്തു. ഈ മരണകാരണമായ എന്തായാലും ഈ അപകടമുണ്ടായി ഗുരുതര പരിക്കുകൾക്ക് ശേഷം 12 മണിക്കൂർ ചികിത്സിക്കാതെ അവിടെ കിടക്കേണ്ടി വന്നു. എയർ ഇവാക്വേഷൻ രാവിലെയായി. അപ്പോഴേക്ക് ഒരാളുടെ മരണം സംഭവിച്ചു, മറ്റൊരാളുടെ നില അതീവ ഗുരുതരമായി. സങ്കടകരമായ, പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണ് ലക്ഷദ്വീപുകാർ കഴിഞ്ഞ കുറേ നാളുകളായി പറയുന്നത്. അതാണിപ്പോൾ ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ കളക്ട്രേറ്റിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച്, ബാരിക്കേഡുകൾ മറികടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം. ഇന്ന് ജില്ലാ കളക്ട്രേറ്റുകളിലേക്കും ഒപ്പം സെക്രട്ടേറിയറ്റിലേക്കുമാണ് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. നേരത്തെ കോഴിക്കോട് നേരിയ സംഘർഷമുണ്ടായിരുന്നു. മാർച്ചിനിടെ പോലീസ് ജലപീരങ്കി തുടക്കത്തിൽ തന്നെ മാർച്ചിന് നേരെ പ്രയോഗിക്കുന്നതാണ് കോഴിക്കോട് കണ്ടത്. സെക്രട്ടേറിയറ്റിലേക്കും അല്പസമയത്തിനകം മാർച്ച് നടത്തും. ഇപ്പോൾ പത്തനംതിട്ടയിൽ കളക്ട്രേറ്റിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം. ബാരിക്കേഡ് വെച്ച മാർച്ച് പോലീസ് തടയുകയാണ്. ബാരിക്കേഡിന് മുകളിൽ കയറി ചില പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്. പത്തനംതിട്ടയിലെ കാഴ്ചകളാണിത്. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്യാം, ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള പ്രവർത്തകരുടെ ശ്രമം ദൃശ്യങ്ങളിൽ കാണാം. എന്തൊക്കെയാണ് വിവരങ്ങൾ, ശ്യാംകുമാർ? കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനമായി എത്തി. കളക്ടറേറ്റ് ജംഗ്ഷന് മുന്നിൽ പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറിയെന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഒരു സംഘം പ്രവർത്തകർ ബാരിക്കേഡിന് കെട്ടിയിരിക്കുന്ന കയറുകൾ അഴിച്ചുവിടാനും ശ്രമിക്കുന്നുണ്ട്. മഴയാണ് ഈ പ്രകടനത്തിനിടയിൽ, നല്ല മഴയിലാണ് ഈ പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നത്. കളക്ടറേറ്റിനുള്ളിലേക്ക് കയറാനുള്ള ശ്രമമാണ് പോലീസ് തടഞ്ഞിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ VT ബൽറാമാണ് ഈ പ്രതിഷേധ പ്രകടനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുക. ഏതായാലും പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡുകൾ പൊളിക്കാനും ബാരിക്കേഡിന് മുകളിൽ കയറി നിർത്താനുമുള്ള ശ്രമമാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനമെമ്പാടും പ്രതിഷേധം, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. അത് വിവിധ സ്ഥലങ്ങളിലെ പ്രതിഷേധങ്ങളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് ആദ്യ പ്രതിഷേധം ഉണ്ടായത് കോഴിക്കോടാണ്. കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് കോൺഗ്രസിന്റെ മാർച്ചാണ് സംഘർഷത്തിലേക്ക് എത്തി. ഇപ്പോൾ പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച്. അവിടെയും സമാനമായ കാഴ്ചയാണ്. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്നു. പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായ 3-ാം നാളും
മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. പോലീസ് കെ സുധാകരൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രതിഷേധ പ്രകടനങ്ങളിൽ ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ ആ നടപടി കർശന നടപടി എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുന്നറിയിപ്പൊക്കെ അവഗണിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇന്ന് തെരുവിലാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം. സ്വപ്നയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി നടക്കുകയാണ്. കളക്ട്രേറ്റുകളിലേക്ക് മാർച്ചുണ്ട്, ഒപ്പം സെക്രട്ടേറിയറ്റിലേക്കും മാർച്ചുണ്ട്. പത്തനംതിട്ടയിൽ ഇപ്പോൾ മാർച്ച് നടക്കുന്നു. ബാരിക്കേഡുകൾ മറികടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം പത്തനംതിട്ടയിൽ ഉണ്ടാകുന്നുണ്ട്. ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറി പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കണ്ണൂരിൽ നിന്നുള്ള മാർച്ചാണ്. കളക്ട്രേറ്റിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച്, പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമുണ്ട്. ആ മാർച്ച് കളക്ട്രേറ്റിന് മുൻപിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ സംസ്ഥാന വ്യാപകമായിട്ടാണ് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ നടക്കുന്നത്. സെക്രട്ടേറിയറ്റിലേക്കും അല്പസമയത്തിനകം പ്രതിഷേധ മാർച്ച് ഉണ്ടാകും. ഇതിലൊക്കെ സംഘർഷ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കോൺഗ്രസിന് KPCC അധ്യക്ഷന് പോലീസ് നൽകിയിരുന്ന ഒരു മുന്നറിയിപ്പ് സ്വഭാവത്തിൽ തന്നെ ഇപ്പോൾ കണ്ണൂർ കളക്ട്രേറ്റിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് എത്തിയിരിക്കുന്നു. അവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന് മുൻപിൽ കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. ആദ്യം പ്രതിഷേധ മാർച്ച് കോഴിക്കോടായിരുന്നു. അവിടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിനുശേഷം അവിടെ പ്രവർത്തകർ കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ഈ മാർച്ച് നേരെ പോലീസ് തുടക്കത്തിൽ തന്നെ ജലപീരങ്കി പ്രയോഗം നടത്തിയതിനെ നേതാക്കൾ വിമർശിക്കുകയും ചെയ്തു. ബാരിക്കേഡുകൾ മറികടക്കാൻ അവിടെ പ്രവർത്തകർ ശ്രമിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോഴിക്കോടാണ് ആദ്യം ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടായത്. ഒപ്പം മറ്റ് ജില്ലകളിലും പ്രതിഷേധം നടക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ, കണ്ണൂരിലൊക്കെ കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചുകൾ അതെല്ലാം ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുന്നതാണ് കണ്ടത്. പത്തനംതിട്ടയിലും പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്തുകയാണ് കോൺഗ്രസ്. ബാരിക്കേഡുകൾക്ക് മുകളിലേക്ക് പ്രവർത്തകർ കയറുന്നു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സംസ്ഥാനത്ത് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം. കോഴിക്കോട്, പത്തനംതിട്ട, കണ്ണൂർ കളക്ടറേറ്റുകൾക്കാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ച്, കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. അവിടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇന്നലെയും സമാനമായിരുന്നു കാഴ്ച. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുകയാണ്. കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ ഇന്നലെ സംഘർഷമുണ്ടായിരുന്നു. കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗം ഇന്ന് മാത്രമല്ല ഇന്നലെയും ഉണ്ടായിരുന്നു. എറണാകുളം, മലപ്പുറം, കൊല്ലം കളക്ടറേറ്റുകൾക്കൊക്കെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും ഇന്നലെ സംഘർഷമുണ്ടായിരുന്നു. സമാനമാണ് ഇന്നത്തെയും കാഴ്ച. കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിൽ. ഇന്ന് കോൺഗ്രസിന്റെ പ്രതിഷേധം വിവിധ കളക്ടറേറ്റുകളിലേക്ക് നടക്കുന്നു. സെക്രട്ടറിയിലേക്ക് അല്പസമയത്തിനകം മാർച്ച് വരുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷ പ്രതിഷേധം കൂടുതൽ ശക്തമാകുമ്പോൾ തുടർച്ചയായ മൂന്നാം ദിനവും സമരഭരിതമാവുകയാണ് കേരളത്തിന്റെ തെരുവുകൾ. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ബാരിക്കേഡുകൾ മറികടക്കാൻ മറച്ചിടാനുള്ള പ്രവർത്തകരുടെ ശ്രമം. കളക്ട്രേറ്റുകൾക്ക് മുൻപിലേക്കാണ് പ്രതിഷേധ മാർച്ച്. സെക്രട്ടേറിയറ്റിലേക്കും മാർച്ചുണ്ടാകും. കോഴിക്കോട്, പത്തനംതിട്ട, കണ്ണൂർ വിവിധയിടങ്ങളിൽ പ്രതിഷേധ മാർച്ചുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു മാർച്ചിന് നേരെ. പലയിടങ്ങളിലും ഇപ്പോൾ പ്രതിഷേധം തുടരുകയാണ്. പ്രതിഷേധങ്ങൾ അക്രമാസക്തമാകുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. സംഘർഷഭരിതമാകുന്നുണ്ടെങ്കിൽ കൂടി ഒരു പിടിവിട്ട് പോകുന്നില്ല കാര്യങ്ങൾ. അത് ഒരുപക്ഷെ ഏതെങ്കിലും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ അത്തരത്തിൽ ഒരു കൺട്രോൾ ലെവലിൽ ആ പ്രതിഷേധങ്ങൾ നിൽക്കുന്നത് എന്നറിയില്ല. എന്തായാലും ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട് പല സ്ഥലങ്ങളും. നേരത്തെ കോഴിക്കോട് കണ്ടു. പത്തനംതിട്ടയിലും സമാനമായിരുന്നു കാഴ്ച. കണ്ണൂരിലും അങ്ങനെ വലിയ ഒരു അക്രമാസക്ത സമര രീതിയിലേക്ക് പ്രതിപക്ഷം പോകുന്നില്ല. പക്ഷേ സംസ്ഥാനത്തിന്റെ ഇത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കാസർഗോട്ടെ പ്രതിഷേധമാണ്. കാസർഗോഡും
കളക്ടറേറ്റിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച്, അവിടെയും ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്നലെ ബിരിയാണി വെച്ചായിരുന്നു മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം. സമാനമായ പ്രതിഷേധ പരിപാടികൾ ഇന്നും മഹിളാ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടാണ് സംസ്ഥാനത്ത് ഇന്നും തുടർച്ചയായ മൂന്നാം നാളും പ്രതിപക്ഷ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് മാർച്ച് പലയിടത്തും സംഘർഷഭരിതമാകുന്നുണ്ട്. കോഴിക്കോട്, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് കളക്ടറേറ്റിലേക്കാണ് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളും പ്രതിഷേധത്തിന്റെ ഭാഗമായ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് അല്പസമയത്തിനകം ഒരു വലിയ പ്രതിപക്ഷ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് ഈ സമരങ്ങൾ അത്രയും. അത് സ്വപ്ന സുരേഷിന്റെ പുതിയ ആരോപണങ്ങൾക്ക് പിന്നാലെയുമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ മാർച്ചുകൾ നടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. കളക്ടറേറ്റുകളിലേക്ക് മാർച്ച്, സെക്രട്ടേറിയറ്റിലേക്കും മാർച്ചുണ്ട്. കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും പത്തനംതിട്ടയിലും ഇതിനോടകം തന്നെ മാർച്ചുകൾ കളക്ടറേറ്റുകൾക്ക് മുൻപിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ബാരിക്കേഡുകൾ മറികടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം പലയിടങ്ങളിലും കാണാം. കാസർഗോഡും പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡുകൾ മറികടക്കാൻ ബാരിക്കേഡിന്റെ മുകളിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നു. പത്തനംതിട്ടയിലും സമാനമായ രീതിയിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. കോഴിക്കോടും രാവിലെ പ്രതിഷേധം നടന്നിരുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു പ്രതിഷേധ മാർച്ചിന് നേരെ. അവിടെയും ഇപ്പോൾ ശക്തമായ പ്രതിഷേധം നടക്കുന്നുണ്ട്. കണ്ണൂർ കളക്ടറേറ്റിന് മുൻപിലും പ്രതിഷേധമുണ്ട്. കോഴിക്കോട് AP അനിൽകുമാർ ആണ് കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ശക്തമായ പ്രതിഷേധം പ്രകടനങ്ങളാണ് കളക്ടറേറ്റുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. പ്രതിഷേധം തുടരുകയാണ്. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമായിരുന്നു. ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് പല സ്ഥലങ്ങളിൽ. കാസർഗോഡ്, കണ്ണൂർ, പത്തനംതിട്ട, കോഴിക്കോട് തുടങ്ങിയ കളക്ടറേറ്റുകൾക്ക് കോൺഗ്രസിന്റെ മാർച്ചാണ്. ഇന്നലെ യൂത്ത് കോൺഗ്രസ് ബിരിയാണി ചെമ്പുമായുള്ള പ്രതിഷേധമായിരുന്നു. ബിരിയാണി ചെമ്പുമാ പ്രതിഷേധത്തിനിടയിൽ പലയിടത്തും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിൽ ഇന്ന് ബിരിയാണി ചെമ്പ് കാണാനില്ല. പക്ഷേ പ്രതിഷേധമുണ്ട്. കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. സുദിഷ ധർമ്മനാണ് ഉയർന്നു വച്ചിരുന്നത്. സുദിഷ, സംഘർഷമുണ്ട്, പക്ഷെ അത് നേരിയ സംഘർഷമാകുന്നു, അക്രമാസക്തമാകുന്നുമില്ല. അങ്ങനെ ഒരു കൺട്രോൾഡ് ഫോർമാറ്റിൽ സമരം പുരോഗമിക്കുകയാണോ സുദിഷ? അല്പം മുൻപാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ മാർച്ച് കളക്ടറേറ്റിലേക്ക് നടക്കുന്നത്. അതിനുശേഷം ആദ്യഘട്ടത്തിൽ തന്നെ പ്രവർത്തകർ എല്ലാവരും ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തി. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഉദ്ഘാടന ചടങ്ങായിരുന്നു. അതിനുശേഷം ഈ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കുന്നതിനുള്ള തകർക്കുന്നതിനുള്ള ശ്രമം നടത്തുകയാണ്. നിലവിൽ വലിയ തോതിലുള്ള സംഘർഷങ്ങളിലേക്ക് പ്രശ്നങ്ങളിലേക്ക് നീങ്ങിയിട്ടില്ല. പക്ഷേ പ്രവർത്തകർ തിരിച്ചു പോകാൻ തയ്യാറായിട്ടില്ല. അവരിപ്പോഴും ബാരിക്കേഡുകൾ തകർക്കുന്നതിനുള്ള ശ്രമം തുടരുകയാണ്. ഹാഷ്മി, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് സംസ്ഥാന വ്യാപക പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് മാർച്ചിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് മാർച്ച് ഇന്ന് വിവിധ ജില്ലകളിൽ കളക്ടറേറ്റുകൾ മുന്നിൽ നടക്കുന്നത്. പത്തനംതിട്ടയിലെ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് VT ബൽറാം ആണ്. യേശുദാസ് നായർ അടക്കം പഴകളും മധു അടക്കം മുതിർന്ന നേതാക്കൾ ആ സമരവേദിയിൽ ഉണ്ട്. KPCCക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. ഇന്ന് കേരളത്തിൽ 14 ജില്ലകളിലും ജില്ലാ ഭരണകൂടങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 100 കണക്കിന് പ്രവർത്തകർ ഇതുപോലെ ഈ നാടിനെ കട്ടുമുടിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന കാട്ടുകള്ളൻ ഒരു നിമിഷം പോലും ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അർഹനല്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ആ സ്ഥാനത്ത് നിന്ന് താഴെ ഇറങ്ങുന്നത് വരെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഈ സമരവുമായി മുന്നോട്ട് പോകും.
മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട കളക്ടറേറ്റുകളിലേക്ക് കോൺഗ്രസ് നടത്തുന്ന മാർച്ചുകളിൽ സംഘർഷം. ഷാജ് കിരൺ ഭീഷണിപ്പെടുത്തിയ ശബ്ദ തെളിവുകൾ 3 മണിക്ക് പുറത്തുവിടുമെന്ന് സ്വപ്ന സുരേഷ്. 16 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ET മുഹമ്മദ് ബഷീർ MPയെ കാൺപൂരിൽ തടഞ്ഞ ഉത്തർപ്രദേശ് പോലീസ്. നടി ആക്രമിച്ച കേസ് അട്ടിമറിക്കുന്നെന്ന് ആരോപിച്ച് അതിജീവിതം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ബഫർ സോൺ വിഷയത്തിൽ ഇടുക്കിയിൽ LDF ഹർത്താൽ പുരോഗമിക്കുന്നു. കൂളിമാട് പാലത്തിന്റെ ബീമുകൾ തകർന്ന സംഭവത്തിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്കും കരാർ കമ്പനിക്കും വീഴ്ച പറ്റിയതായ റിപ്പോർട്ട്. KSRTCയിലെ ശമ്പള പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. തൊഴിലാളി സംഘടനകളുടെ സമരം 5-ാം ദിനം. കോഴിക്കോട് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടറേറ്റ് മാർച്ചിന് തത്സമയ സംരക്ഷണത്തിലേക്ക്. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ട് അതുപയോഗിച്ച് വഴി തടയുകയാണ്. പുതിയൊരു സമര രീതിയിലേക്ക് കടക്കുന്നു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയല്ല, ബാരിക്കേഡ് അവിടെ മറിച്ചിട്ട് അതുപയോഗിച്ച് വഴി തടയുകയാണ് പോലീസ് പ്രവർത്തകർ ഇപ്പോൾ ഉള്ളത്. സുദിഷ ധർമ്മനാണ് വിവരങ്ങൾ വെച്ചത്. സുദിഷ, ജലപീരയ്ക്ക് ശേഷം അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാതെ പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് ഉപയോഗിച്ച് വഴിതടയൽ എന്ന പുതിയ സമര രീതിയിലേക്ക് മാറിയോ? കോൺഗ്രസ് പ്രവർത്തകർ വയനാട് കോഴിക്കോട് റോഡ് ഉപരോധിക്കുന്ന ശ്രമത്തിലേക്കാണ് നീങ്ങിയത്. ഈ ബാരിക്കേഡുകളെല്ലാം തന്നെ നീക്കി റോഡ് ഉപരോധിക്കുകയായിരുന്നു. തുടർന്ന് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിൽ ഉണ്ടായി. പക്ഷേ അപ്പോഴേക്കും ഇപ്പോൾ മുതിർന്ന നേതാക്കളെത്തി ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചു. ഇപ്പോൾ മുതിർന്ന നേതാക്കളെല്ലാം ചേർന്ന് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ബാരിക്കേഡുകളൊക്കെ റോഡിൽ നിന്ന് മാറ്റി വീണ്ടും ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഏതാണ്ട് അല്പം മുൻപാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മാർച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് ആരംഭിച്ചത്. പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ ആദ്യം തന്നെ ബാരിക്കേഡിന് മുകളിൽ കയറാനും ഒപ്പം ബാരിക്കേഡ് തകർക്കാനും ശ്രമിച്ചു. തുടർന്ന് വാർണിംഗ് പോലും നൽകാതെയാണ് പോലീസ് ഇത്തവണ ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചത്. തുടർന്ന് കുത്തിയിരുന്നടക്കം പ്രതിഷേധിക്കുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ. കഴിഞ്ഞ ദിവസങ്ങളിലും യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഏതായാലും സ്വപ്നയുടെ പുതിയ ആരോപണങ്ങളെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പ്രതിഷേധക്കാർ ഇതുവരെയും കളക്ടറേറ്റ് മുൻപിൽ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹാഷ്മി, കോഴിക്കോട് കളക്ടറേറ്റിന് മുൻപിലേക്ക് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് ബാരിക്കേഡുകൾ മറച്ചിട്ട് റോഡ് തടയാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ മുതിർന്ന പ്രവർത്തകർ ഇടപെട്ട് പിന്നീട് അവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. ഇന്ന് ഏറ്റവും ആദ്യം മാർച്ച് നടന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. അതിനുശേഷം ഉദ്ഘാടനം നടന്നു. പിന്നീടാണ് ഈ ബാരിക്കേഡുകൾ മറച്ചിട്ട് റോഡ് ഉപരോധിക്കാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തിയത്. പക്ഷേ പിന്നീട് മുതിർന്ന നേതാക്കൾ തന്നെ ഇടപെട്ടവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. കോഴിക്കോട് വയനാട് റോഡ് ഉപരോധിക്കാനായിരുന്നു പ്രവർത്തകരുടെ ശ്രമം. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. പക്ഷേ കളക്ടറേറ്റിന് മുൻപിൽ പ്രവർത്തകർ തുടരുന്നുണ്ട്. അവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നുമില്ല. കളക്ടറേറ്റുകളിലേക്കുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചുകൾ പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലേക്കും അല്പസമയത്തിനകം മാർച്ച് നടക്കും. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം ആരംഭിച്ചത്. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു, മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിൽ കളക്ടറേറ്റുകളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കുമാണ് മാർച്ച് നടക്കുന്നത്. കോഴിക്കോട് ആണ് ആദ്യം. സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ച് വരുന്നു. വലിയ ജനപങ്കാളിത്തം മാർച്ചിൽ പ്രകടമാണ്. ഇന്ന് ആദ്യം കോഴിക്കോട് കളക്ടറേറ്റിലേക്കുള്ള മാർച്ച് കണ്ടു. തൊട്ടു പിന്നാലെ പത്തനംതിട്ടയിൽ മാർച്ചുണ്ടായിരുന്നു. പിന്നീട് കണ്ണൂരിൽ, ഇതാ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്കും കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. വലിയ ജനപങ്കാളിത്തം മാർച്ചിൽ കാണാം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ മാർച്ചുകളിൽ. സംഘർഷ സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്തുള്ള മുന്നറിയിപ്പ് കെ സുധാകരന് പോലീസ് ഇതിനോടകം നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ കർശന നടപടി ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ്. അത് പതിവില്ലാത്തതുമാണ്. KPCC അധ്യക്ഷൻ കെ സുധാകരന് പോലീസ് നൽകിയത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് വരുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. സംസ്ഥാനമെമ്പാടും കോൺഗ്രസ് വലിയ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 14 ജില്ലകളിലും കളക്ടറേറ്റിലേക്ക് മാർച്ച്, കൂടാതെ സെക്രട്ടറിയിലേക്കുള്ള മാർച്ച്. എല്ലാ ജില്ലകളിലെയും മാർച്ച് ഓരോന്നോരോന്നായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും പോലീസുമായി ഏറ്റുമുട്ടലുണ്ട്. സംഘർഷാത്മകമാണ് പല സ്ഥലങ്ങളിലെയും സെക്രട്ടേറിയറ്റ് മാർച്ച്. കോഴിക്കോട് നേരത്തെ കണ്ടതുപോലെ ബാരിക്കേഡ് മറിച്ചിട്ട് റോഡ് തടയുകയാണ് കോഴിക്കോട്ടെ പ്രവർത്തകർ. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ചാണ് വരുന്നത്. നല്ല ജനപങ്കാളിത്തമുള്ള സമരമാണ് സെക്രട്ടറിയിലെ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. നല്ല മീനാണ് വിവരങ്ങൾ വച്ചിരുന്നത്. അമീൻ, യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് വലിയ പ്രതിഷേധത്തിലേക്കും സംഘർഷത്തിലേക്കും തിരിഞ്ഞിപ്പോൾ കോൺഗ്രസിന്റെ
സമരമാണ്. ഒരു പരിധി വിട്ടുള്ള സംഘർഷത്തിലേക്ക് അത് പോകാൻ ഇടയുണ്ടോ? അമീൻ, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സെക്രട്ടേറിയറ്റ് മാർച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ പ്രവർത്തക പങ്കാളിത്തമുണ്ട്. സാധാരണഗതിയിൽ വരുന്ന സമരഗേറ്റിന് മുന്നിലേക്ക് പ്രവർത്തകർ ഇപ്പോൾ വരാതെ സൗത്ത് ഗേറ്റ് ലക്ഷ്യമാക്കി പ്രവർത്തകർ നീങ്ങുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. സാധാരണ ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ വരുമ്പോൾ സമരഗേറ്റിന് മുന്നിലാണ് പോലീസ് ബാരിക്കേഡും മറ്റ് പ്രതിരോധവും ഒക്കെ തീർക്കുക. ഇന്നലത്തെ യൂത്ത് കോൺഗ്രസ് മാർച്ചിലും നമ്മൾ കണ്ടതാണ്. ഈ സമരഗേറ്റ് വിട്ട് സൗത്ത് ഗേറ്റിന് മുന്നിലേക്ക് പോയി പ്രതിഷേധം വ്യാപിപ്പിച്ചപ്പോഴാണ് പോലീസ് ലാത്തിചാർജ് ഉൾപ്പെടെ നടത്തിയത്. ഇന്നിപ്പോൾ വന്ന പ്രവർത്തകർ സമരഗേറ്റിന് മുന്നിൽ നിൽക്കാതെ സൗത്ത് ഗേറ്റ് ലക്ഷ്യമാക്കി സെക്രട്ടറിയുടെ മറ്റൊരു പടിക്കിലേക്ക് പോയിരിക്കുകയാണ്. സംഘർഷ സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട വലിയ പ്രതിഷേധങ്ങൾ സംഘർഷത്തിലേക്ക് കലാശിച്ചിരുന്നു. അത് കണക്കിലെടുത്തുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാ ഗേറ്റിലും ഇന്ന് പോലീസ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. സെക്രട്ടേറിയറ്റ് മുന്നിലെ പ്രതിഷേധം കെ സുധാകരനാണ്, KPCC അധ്യക്ഷൻ കെ സുധാകരൻ MP യാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്നിപ്പോൾ പോലീസ് KPCC നേതൃത്വത്തിന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ സംഘർഷങ്ങൾക്ക് സമാനമായും പ്രതിഷേധങ്ങൾ സംഘർഷ അന്തരീക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കർശന നടപടിയെടുക്കും, ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന നേതൃത്വത്തിനോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പോലീസ്. ആ ഒരു സാഹചര്യം കൂടി നമ്മൾ മുന്നിൽ കാണണം. അത്തരത്തിൽ പോലീസിന്റെ ആ ഒരു തിട്ടൂരം അത് അംഗീകരിക്കില്ല എന്നുള്ളതാണ് കെ സുധാകരനും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ തന്നെ പറയുന്നത്. കേരളത്തിന്റെ കഴിഞ്ഞ കാലങ്ങളും സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സമരങ്ങൾ സംഘർഷഭരിതമായിട്ടുണ്ട്, ലാത്തിചാർജ് ഉണ്ടായിട്ടുണ്ട്, ജലപീരങ്കി ഉണ്ട്. പക്ഷേ അത്തരത്തിലൊരു സമരത്തിന് മുൻപ് ഒരു പാർട്ടിയുടെ അധ്യക്ഷന് പ്രശ്നം ആണ് എന്നൊരു മുന്നറിയിപ്പ് പതിവുള്ളതാണോ? അറിയാനിട്ടാണ് അമീൻ. സാധാരണ ഇത്തരം പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ നേതൃത്വം പോലീസിൽ നിന്ന് അനുമതി വാങ്ങാറുണ്ട്. അത് ജില്ലാ DCC പ്രസിഡന്റുമാർ അത്തരത്തിൽ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളെ അറിയിക്കുകയും അവരുടെ അനുമതി വാങ്ങുകയും ചെയ്തതാണ്. പക്ഷേ അത്തരത്തിൽ സംഘർഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നടപടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് സാധാരണ കേട്ട് പതിവുള്ള കാര്യമല്ല. പ്രതിപക്ഷവും അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ സ്വപ്ന സുരേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു, സരിത്തിനെ അറസ്റ്റ് ചെയ്യുന്നു. അത്തരത്തിൽ ആരോപണം ഉന്നയിച്ചവരുടെ അല്ലെങ്കിൽ വസ്തുതകൾ തുറന്നു പറഞ്ഞവരുടെ, പ്രതിപക്ഷത്തിന്റെ വാദമാണ്, വസ്തുതകൾ തുറന്നു പറഞ്ഞവരുടെ വായടപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നു കേരള പോലീസിനെ ഉപയോഗിച്ച്. സമാനമായി പ്രതിഷേധങ്ങൾ അടിച്ചമർത്താനുള്ള ഒരു നടപടിയാണ് പോലീസ് അത്തരമൊരു മുന്നറിയിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം തിട്ടൂരങ്ങൾക്ക് വഴങ്ങില്ല എന്നും നേതാക്കൾ പറയുകയാണ്. ഈ പ്രതിഷേധം അത് മുഖ്യമന്ത്രി രാജിവെക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത്. ഭരണപക്ഷം അതിനെ പ്രതിരോധിക്കുന്നത് ഒരു കേസിലെ പ്രതിയുടെ വാദങ്ങളെ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ പ്രതിപക്ഷ നേതാക്കൾ നൽകുന്ന കൃത്യമായ സൂചന സരിതാ നായരുടെ പരാതിയിൽ, പീഡന പരാതിയിൽ പരാതി എഴുതി വാങ്ങി ഉമ്മൻചാണ്ടിക്കെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ സ്വപ്നയുടെ ആരോപണത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ദയാദാക്ഷിണ്യം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് പ്രതിപക്ഷം നൽകാൻ ഉദ്ദേശിക്കുന്നത്. അത് പ്രകടമാക്കുന്ന തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ അവർ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി പ്രതിഷേധക്കാർക്കെതിരെ, പ്രവർത്തകർക്കെതിരെ കേസെടുത്താലും അവരെ ജയിലിലടച്ചാലും ഈ പ്രതിഷേധത്തിന്റെ നിരയിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള കൃത്യമായ നിലപാട് തന്നെയാണ് പ്രതിപക്ഷ നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് അടുത്തയാഴ്ച മുതൽ നിയമസഭാ സമ്മേളനം കൂടി ചേരാനിരിക്കുകയാണ്. ഇതിന്റെ അനുരണനങ്ങൾ സഭയ്ക്കകത്തും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം, അതിന് പിന്നാലെ സ്വപ്നയുടെ പുതിയ ആരോപണങ്ങൾക്ക് പിന്നാലെ സർക്കാരിനും CPM-നും മുന്നിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള പ്രതിസന്ധി, അതിനെ സഭയ്ക്കകത്തും ആ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്. സഭയ്ക്കകത്ത് ആ വിഷയം സജീവമാക്കുമ്പോൾ തന്നെ സമാനമായി സഭയ്ക്ക് പുറത്തും ഈ പ്രതിഷേധം അത് ആളിക്കത്തും. അതിന്റെ തുടർച്ചയാണ്, അല്ലെങ്കിൽ അതിന്റെ തുടക്കമാണ് ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. പോലീസിന്റെ ഇത്തരം നടപടികളിലൂടെ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ള കൃത്യമായ സൂചന തന്നെയാണ് നൽകുന്നത്. ഇപ്പോൾ കോൺഗ്രസും ഘടകകക്ഷികളും ഒക്കെ വെവ്വേറെയാണ് ഇപ്പോൾ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് UDF-ന്റെ ബാനറിൽ വൈകാതെ സമരം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന. എന്ന് മാത്രമല്ല ഈ സ്വപ്നയുടെ പുതിയ ആരോപണങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ നീക്കം കൂടി നേതൃത്വം നിരീക്ഷിക്കുകയാണ്. അക്കാര്യത്തിൽ അതുകൂടി നോക്കിയിട്ട് വേണ്ടി വന്നാൽ നിയമ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുന്ന കാര്യവും പ്രതിപക്ഷം ആലോചിക്കുകയാണ്. പ്രതിപക്ഷത്തിന് കേരള പോലീസിന്റെ അന്വേഷണത്തിലും വിശ്വാസമില്ല, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലും വിശ്വാസമില്ല. പ്രതിപക്ഷം പറയുന്നത് CPM-ഉം BJP-യും ഇക്കാര്യത്തിൽ ഏജന്റുമാരെ, ഇടനിലക്കാരെ വെച്ച് ഈ കേസ് ആദ്യഘട്ടത്തിൽ തന്നെ ഒത്തുതീർപ്പാക്കി എന്നുള്ളതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നൊരു ആവശ്യമാണ് പ്രതിപക്ഷം ആദ്യം മുതൽ തന്നെ മുന്നോട്ട് വെക്കുന്നത്. മുഖ്യമന്ത്രി രാജിവെച്ചുകൊണ്ട് ഈ അന്വേഷണത്തെ നേരിടണമെന്നുള്ള ആവശ്യം കൂടിയും അവർ മുന്നോട്ട് വയ്ക്കണം. ആ രാജി ആവശ്യത്തിൽ കുറഞ്ഞതൊന്നും പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധം തിരുവനന്തപുരത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഇന്ന് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചാണ് സ്വപ്നയുടെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട്.
മുഖ്യമന്ത്രി രാജിയാവശ്യപ്പെട്ട പ്രതിപക്ഷ പ്രതിഷേധം നാൾക്കുനാൾ കൂടുതൽ ശക്തിപ്പെടുന്നു. അത് കൂടുതൽ ശക്തിപ്പെടും. എത്ര പോലീസ് നടപടി ഉണ്ടായാലും എന്ന മുന്നറിയിപ്പ് പ്രതിപക്ഷം നൽകുകയും ചെയ്യുന്നു.